ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ്. ഇന്ത്യൻ പൊളിറ്റിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു ചർച്ച ചെയ്തു വരുന്നത് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് എന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ് തൊട്ട് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അതിൽ തന്നെ നമ്മൾ എന്ത് കാര്യമാണ് പ്രധാനമായിട്ട് പറഞ്ഞു വരുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ചിട്ടാണല്ലേ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ആദ്യം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ചിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് പറയാനുള്ളത്. ഏത് ദിവസമാണ് ഈ പറഞ്ഞ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടത് എന്ന രീതിയിൽ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് 1946 ഡിസംബർ 6 ആദ്യമായിട്ട് ഇത്തരത്തിലൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടതല്ലേ. അതിനുശേഷം എന്താണ്, 3 ദിവസം കഴിഞ്ഞപ്പോൾ 1946 ഡിസംബർ 9 എന്താണ്, ഫസ്റ്റ് മീറ്റിംഗ് നടന്നു അല്ലെ. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു മീറ്റിംഗിൽ എന്താണ്, താൽക്കാലിക പ്രസിഡന്റായിട്ട് സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തു അല്ലെ. സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക പ്രസിഡന്റായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. അവിടെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന രീതിയിലാണ് സച്ചിദാനന്ദ സിൻഹയെ നമ്മൾ തിരഞ്ഞെടുത്തത്. ബട്ട് പിന്നീട് എന്താണ്, പിന്നീട് ഒരു ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ഒരു പ്രസിഡന്റ് വേണം എന്ന രീതിയിൽ ആവശ്യങ്ങൾ ഉയർന്ന സമയത്ത് 1911 പെർമനന്റ് പ്രസിഡന്റായിട്ട് ആരെ തിരഞ്ഞെടുത്തു? രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു അല്ലെ. രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്ത കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ 1946 ഡിസംബർ 13 സമയത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ആ ഒരു കാര്യം? 1946 ഡിസംബർ 13 ആയപ്പോൾ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചു അല്ലെ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചു. അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് എന്തു പറയാം, ലക്ഷ്യപ്രമേയം എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ. ഓക്കെ, ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13 അവതരിപ്പിച്ചു. 3 ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ഒന്നെന്താണ്, ഏത് വർഷമാണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കപ്പെട്ടതെന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഏത് വർഷമാണ്? 1946 അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് അടക്കം 1946 ഡിസംബർ 13 എന്ന രീതിയിൽ ഡേറ്റ് അടക്കം ചോദ്യങ്ങൾ വരാം. അതുപോലെ ആരാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചത് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഓക്കെ, ആരാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചെന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. 2 ചോദ്യമായി. 3ാമത്തെ ചോദ്യമാണ്, ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് റെസല്യൂഷനെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ച ഡേറ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. 1947 ജനുവരി 22 ഒബ്ജക്റ്റീവ് റെസല്യൂഷന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ചത്. എന്താണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും. ബട്ട് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രീവിയസിൽ വന്ന പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ള 1-2 ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആരാണ് അവതരിപ്പിച്ചത്? ആരാണ്? ജവഹർലാൽ നെഹ്റു ആണല്ലേ. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിക്കുന്ന ആ ഒരു ചടങ്ങ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 ഡിസംബർ 13 അദ്ദേഹം അവതരിപ്പിച്ചത്. ഈ ഒരു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ 1940 നെക്സ്റ്റ് ഇയർ ആണ്, ജനുവരി 22 പറയാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്തായാലും സ്ലൈഡിൽ നോക്കും. ബേസിക് ആയിട്ട് എന്താണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന് നമ്മൾ പറയും. ബേസിക് ആയിട്ട് ഒബ്ജക്റ്റീവ് റെസല്യൂഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ചർച്ച ചെയ്തത്. ഓക്കെ, നോക്കാം. ഓൺ ഡിസംബർ 13 1946 1946 ഡിസംബർ 13 അല്ലെ. ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വന്നിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. ഡിസംബർ 6 വന്നു, 9 ഫസ്റ്റ് മീറ്റിംഗ്, 11 പെർമനന്റ് പ്രസിഡന്റ് വന്നു, 13 ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അല്ലെ. വെറും 6 ദിവസം, കൃത്യമായിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. ഓൺ ഡിസംബർ 13 അല്ലെങ്കിൽ ഡിസംബർ 13 1946 ജവഹർലാൽ നെഹ്റു ആരാണ് അവതരിപ്പിക്കുന്നത് എന്ന രീതിയിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ജവഹർലാൽ നെഹ്റു മൂവ്ഡ് ദ ഹിസ്റ്റോറിക് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ, ഈ പറഞ്ഞ ലക്ഷ്യപ്രമേയം അല്ലെ. എന്താണ് നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷനിലൂടെ അവതരിപ്പിക്കുന്നത്. ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇന്ത്യ അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എന്താണ് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അങ്ങനെ വളരെ ചരിത്രപരമായുള്ള ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇറ്റ് ലെയ്ഡ് ഡൗൺ ദ
ഫണ്ടമെന്റൽസ് ആൻഡ് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ. വരാൻ പോകുന്ന അപ്കമിംഗ് ആയിട്ട് എന്താണ്, ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന നിർമ്മിക്കുന്നുണ്ടല്ലേ. 1946 ആയിട്ടേ ഉള്ളൂ ഭരണഘടന നിലവിൽ വരാൻ, ഇനിയുമുണ്ട് 4ഓളം വർഷം. കൃത്യമായിട്ട് 4അല്ല, 46, 47, 48, 49, 50, 50 എൻ്റെ എത്തുന്നില്ലല്ലോ. കൃത്യമായിട്ട് പറഞ്ഞാൽ 3 വർഷം വരും. 3 വർഷവും 1 മാസത്തോളം കൂടി ഇനി എന്താണ് ഭരണഘടന നിലവിൽ വരാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളൂ. അന്ന് ഇവർക്ക് അറിയില്ല 1950 ജനുവരി ആകുമ്പോൾ ഒഫീഷ്യലായിട്ട് നിലവിൽ വരും, അല്ലെങ്കിൽ 49 നവംബർ 26 ആകുമ്പോൾ അഡോപ്റ്റ് ചെയ്യും എന്ന രീതിയിലൊന്നും അന്ന് ഇവർക്ക് അറിയില്ല. അവർക്ക് ആകെ അറിയുന്ന കാര്യം എന്താണ്, ഇത്തരത്തിൽ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള തുടക്കം നമുക്ക് കുറിക്കാം എന്ന് മാത്രമാണ് അവരെ അറിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം അല്ലെ, എന്തൊക്കെയാണ് ഈ ഭരണഘടന നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒബ്ജക്റ്റീവ്സ് എന്ന രീതിയിൽ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ടൊരു കാര്യം അവതരിപ്പിക്കുകയാണ്. ഏത് തീയതിയിൽ? ഡിസംബർ 13, 1946 അല്ലെ. ഇറ്റ് ലേഡ് ഔട്ട് ഫണ്ടമെന്റൽസ്, അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളും ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, നമുക്ക് വരാൻ പോകുന്ന ഭരണഘടനയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ബേസിക് ആയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൺസൈസ്ലി എൻഷൈൻസ് ദ ഹോപ്സ്, ആസ്പിരേഷൻ ആൻഡ് വാല്യൂ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്. അതായത് ഈ ഒരു ഭരണഘടന നിർമ്മാണ സമിതിയിൽ വരുന്ന ആളുകളുടെ പ്രതീക്ഷകളുണ്ട്, അതുപോലെ അവരുടെ ആശകൾ അല്ലെ, അവരെന്തൊക്കെയാണ് ഈ ഒരു ഭരണഘടനയിലൂടെ നമ്മുടെ രാജ്യത്തിന് നൽകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ അവരുടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനവർ നൽകുന്ന വില, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടാണ് ഈ ഒരു കാര്യത്തിന് ആരംഭം കുറിക്കുന്നത്. ഇറ്റ് ഗ്യാരണ്ടീഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇക്വാലിറ്റി അലോങ് വിത്ത് ഫണ്ടമെന്റൽ ഫ്രീഡം. സോ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്ന വേളയിൽ തന്നെ വരാൻ പോകുന്ന ഭരണഘടന തീർച്ചയായിട്ടും എന്താണ്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ഒരേ രീതിയിൽ കാണുന്നതായിരിക്കണം എന്ന് കൂടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഗ്യാരണ്ടീഡ്, ഉറപ്പ് നൽകിയല്ലേ ആർക്ക്, നമ്മുടെ ജനങ്ങൾക്ക്, പീപ്പിൾ ഓഫ് ഇന്ത്യക്ക് ഉറപ്പ് നൽകി. എന്തൊക്കെയാണ്? സോഷ്യൽ, സാമൂഹികപരമായിട്ടുള്ളതും എക്കണോമിക് സാമ്പത്തികപരമായിട്ടുള്ളതും പൊളിറ്റിക്കൽ ആയിട്ടുള്ളതുമായുള്ള ജസ്റ്റിസ് അല്ലെ, നീതിയും ഈക്വാലിറ്റിയും സമത്വവും അലോങ് വിത്ത് ഫണ്ടമെന്റൽ ഫ്രീഡം, ഈ ഒരു നീതിയും കാര്യങ്ങളൊക്കെ നൽകും. അതിനെ കൂടെ തന്നെ എന്താണ്, അവർക്ക് ലഭിച്ചിരിക്കേണ്ട സ്വാതന്ത്ര്യങ്ങൾക്ക് എന്താണ്, യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെയും മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു പ്രോമിസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്ന വേളയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ എന്താണ്, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ അല്ല, 1 മാസം കഴിഞ്ഞപ്പോൾ, 1 മാസമാണ് കാരണം ഡിസംബർ 13 1946 ഡിസംബർ 13 1947 ജനുവരി 22 തമ്മിൽ 1 മാസ വ്യത്യാസങ്ങൾ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ 1 വർഷം ആയപ്പോയതാണ്. സോ ദിസ് റെസൊല്യൂഷൻ വാസ് പാസ്ഡ് unanimously on 22nd January 1947. ഓക്കെ, 1947 ജനുവരി 22 തീയതി അല്ലെ, 46 ഡിസംബർ 13 അവതരിപ്പിച്ച ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നെക്സ്റ്റ് മന്ത് ആയപ്പോൾ, നേരത്തെ ഇയറെന്ന് പറഞ്ഞു വേണ്ട നമ്മൾ സാധാരണ പറയാറുള്ളത്, നമ്മൾ ഡിസംബർ 31 തീയതി 2021 ഡിസംബർ 31 തീയതി നമ്മൾ പറയും ഇനി അടുത്ത വർഷം കാണാം എന്ന് പറയും അല്ലെ. അതുപോലെ എന്നോട് പറഞ്ഞു പോയതാണ്, നെക്സ്റ്റ് മന്ത് ആണ് 1947 ജനുവരി 22 തീയതി ആയപ്പോൾ എന്താണ്, അവിടെ ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഐക്യകണ്ഠേനെ തിരഞ്ഞെടുത്തു അല്ലെ. ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് മോഡിഫൈഡ് വേർഷൻ ഫോംസ് ദ പ്രിയാമ്പിൾ ഓഫ് ദ പ്രസന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖമുണ്ടല്ലേ. എന്ത് കാര്യം എടുത്താലും നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ തപ്പുക, ആമുഖമാണല്ലേ. ആമുഖത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യം, സപ്പോസ് നിങ്ങൾ പഠിക്കുന്നത് പാർട്സ് ആണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പാർട്സ് ആണ് വേണ്ടത്, നിങ്ങൾ എന്താണ് എല്ലാ പേജും തപ്പുകയാണോ ചെയ്യുക? ഒരിക്കലുമല്ല. പകരം എന്താണ്, ആ ഒരു പ്രിഫേസിൽ നിങ്ങൾ എടുത്തു പോകും, അല്ലെങ്കിൽ ആമുഖത്തിൽ നിങ്ങൾ നോക്കിയിട്ട് എത്രയാണോ പേജ് നമ്പർ, പാർട്സുമായിട്ട് ബന്ധപ്പെട്ട പേജ് നമ്പർ, അത് നമ്മൾ നോക്കും അല്ലേ. സോ അത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഈ പറഞ്ഞതുപോലെ ഒരു പ്രിഫേസ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയും അല്ലെ. ആ പറഞ്ഞ പ്രിയാമ്പിളിന്റെയും അടിസ്ഥാനം എന്ത് തന്നെയാണ്, ഈ അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തന്നെയാണല്ലേ. ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് മോഡിഫൈഡ് വേർഷൻ ഫോംസ് പ്രിയാമ്പിൾ ഓഫ് ദ പ്രസന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ന് നമ്മൾ കാണുന്ന പ്രിയാമ്പിൾ അല്ലെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്താണ്, ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ മറ്റൊരു മോഡിഫൈഡ് ഫോം ആണെന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 13 തീയതി ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുകയും 1947 ജനുവരി 22 തീയതി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്ത ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. പിന്നീട് വന്ന പ്രിയാമ്പിളിന് ബേസ് ആയിട്ടുള്ളത് എന്താണ്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തന്നെയാണ് അല്ലേ. സോ ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, പ്രധാന പരാമർശങ്ങൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ ആദ്യം പറയുന്ന കാര്യം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്ന വേളയിൽ ആദ്യം പ്രതിപാദിച്ച കാര്യമാണ് ഇന്ത്യ ഈസ് എ സോവറിൻ ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക്. എന്താണ്, ഇന്ത്യ ഒരു പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക് ആണല്ലേ. അതായത്
പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഇടപെടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മറ്റൊരു ടെറിട്ടറി അല്ലെങ്കിൽ മറ്റൊരു എംപയറിന്റെയും അധീനതയിലല്ല ഇന്ത്യ. പരമാധികാരം ആർക്കുണ്ട്? ഇന്ത്യക്കുണ്ട്. അതുപോലെ ഇൻഡിപെൻഡൻസും ഉണ്ടല്ല, റിപ്പബ്ലിക്കുമാണ്. എന്താണ്? ഇന്ത്യ ഒരു പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക് ആണെന്ന രീതിയിലാണ് ആദ്യം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എടുത്തു പറഞ്ഞ കാര്യം. ഓക്കെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആദ്യം പറയുന്ന കാര്യം എന്താണ്? ഇന്ത്യ ഒരു പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക് ആണെന്ന് ആദ്യം എടുത്തു പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യ ഷുഡ് ബി എ യൂണിയൻ കംപ്രൈസിംഗ് ഫോർമർ ബ്രിട്ടീഷ് ടെറിട്ടറി, ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് അഡീഷണൽ ഏരിയാസ് ഔട്ട്സൈഡ് ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് ചൂസ് ടു ജോയിൻ ദ യൂണിയൻ. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന, ഇനി വരാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ പോകുന്ന ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശം എന്താണ്? അതിനു മുൻപ് ബ്രിട്ടീഷ് പ്രദേശങ്ങളായിരുന്ന ആ ഒരു ഭാഗങ്ങൾ അല്ലെ, ഇന്ത്യൻ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലുണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ ചേർന്നതും അതുപോലെ മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ചേർന്നതും ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള അധിക പ്രദേശങ്ങൾ ചേർന്നതും അതുപോലെ എന്താണ് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാൻ യൂണിയനിലോ ചേരണോ എന്ന രീതിയിൽ ആശങ്ക വഹിക്കുന്ന പ്രദേശങ്ങളുണ്ടല്ലേ. അതിൽ ചില പ്രദേശങ്ങൾ എന്താണ് ഓൾറെഡി ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടി സമ്മതം അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനമെടുത്ത ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഒക്കെ ചേർന്നതാണ് എന്ത്? നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന രീതിയിൽ അല്ലേ. സോ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു യൂണിയൻ എന്ന രീതിയിൽ നമുക്ക് ഇന്ത്യയെ പറയാൻ വേണ്ടി സാധിക്കുമെന്നും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറഞ്ഞു അല്ലേ. ഇന്ത്യ ഷുഡ് ബി എ യൂണിയൻ. എന്താണ്? യൂണിയൻ ആണല്ലേ, എല്ലാം ചേർന്നത്. എന്തൊക്കെ ചേർന്നതാണ്? ഫോർമർ ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറി, ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രദേശങ്ങളും, അതുപോലെ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അഡീഷണൽ ഏരിയാസ് ഔട്ട്സൈഡ് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമല്ലാത്ത പ്രദേശങ്ങൾ, അതുപോലെ ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് ചൂസ് ടു ജോയിൻ ദ യൂണിയൻ. പല പ്രദേശങ്ങൾക്കും എന്താണ് അവർക്ക് തീരുമാനിക്കാം ഇന്ത്യൻ യൂണിയനിൽ ചേർന്നോ പാകിസ്ഥാൻ യൂണിയനിൽ ചേർന്നോ എന്ന രീതിയിലല്ലേ. സോ അത്തരത്തിൽ ഇത്രയും പ്രദേശങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് എന്താണ് ഇതിനെ 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം അല്ലേ. ഫോർമർ ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറി, ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അഡീഷണൽ ഏരിയാസ് ഔട്ട്സൈഡ് ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് ചൂസ് ടു ജോയിൻ ദ യൂണിയൻ. സോ ഈ ഒരു 1+2+3+4 എന്താണ് ഗിവ്സ് എന്താണ് നമുക്ക് യൂണിയൻ, ഇന്ത്യൻ യൂണിയൻ എന്ന രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ. സോ അതും എന്തിൽ പറഞ്ഞു വെച്ചു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഈ ഒരു കാര്യവും പറഞ്ഞു വെച്ചു. അതുപോലെ ദ ടെറിട്ടറീസ് ദാറ്റ് കംപ്രൈസ് ദ യൂണിയൻ ഷാൽ ബി ഓട്ടോണോമസ് യൂണിറ്റ് എക്സൈസിങ് ഓൾ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സേവ് ദോസ് ഡെസിഗ്നേറ്റഡ് ഓർ വെസ്റ്റഡ് ഇൻ ദ യൂണിയൻ. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഈ ഒരു യൂണിയൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, അത് സ്വയം ഭരണാധികാരമുള്ള പ്രദേശങ്ങളായിരിക്കും. ഓക്കെ, എന്താണ്? സ്വയം ഭരണാധികാരമുള്ള പ്രദേശങ്ങളായിരിക്കും. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അധികാരങ്ങൾ ഒഴിവാക്കിയിട്ടും മറ്റുള്ള അധികാരവും കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന പ്രദേശങ്ങൾക്ക് വരും അല്ലെ. ദ ടെറിട്ടറീസ് ദാറ്റ് കംപ്രൈസ് ഓഫ് യൂണിയൻ ഷാൽ ബി ഓട്ടോണോമസ് യൂണിറ്റ്. ഈ പറയുന്ന പ്രദേശങ്ങൾക്ക് എന്താണ് സ്വയം ഭരണാധികാരം ഉണ്ടാവും. ബട്ട് എക്സെപ്ഷൻ എന്താണ്? അവിടെ എക്സെപ്ഷൻ വരുന്നത് നമ്മുടെ സെൻട്രൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ യൂണിയൻ നിക്ഷിപ്തമായിട്ടുള്ള മറ്റധികാരങ്ങൾ ഒഴികെ വരുന്ന ആ ഒരു സ്വയം ഭരണാധികാരമാണ് ഈ പറയുന്ന ടെറിട്ടറീസിന് വരുന്നത് അല്ലേ. സോ എക്സൈസിങ് ഓൾ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെന്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും സേവ് ദോസ് ഡെസിഗ്നേറ്റഡ് ടു ഓർ വെസ്റ്റഡ് ഇൻ ദ യൂണിയൻ. യൂണിയനിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളും ആ ഒരു പവേഴ്സും ഒഴികെയുള്ള കാര്യങ്ങൾ എന്താണ് ഈ പറയുന്ന യൂണിയനിൽ നമുക്ക് സ്വയം ഭരണാധികാരം വരുന്നുണ്ടെന്ന് മനസ്സിലായല്ലേ. അതുപോലെ എന്താണ് all sovereign and independent India's power and authorities as well as its constitution should derived from people. എന്താണ്? നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത് അല്ലെ. എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നു അല്ലെ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് തയ്യാറാക്കിയത് അല്ലെ. സോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടന ആയതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ട കാര്യങ്ങൾ ഇന്ത്യക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുത്തിട്ട് നിർമ്മിക്കുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഓൾ സോവറിൻ ആൻഡ് ഇൻഡിപെൻഡന്റ് ഇന്ത്യാസ് പവർ ആൻഡ് അതോറിറ്റി, സ്വതന്ത്രമായിട്ട് വരുന്ന ഇന്ത്യയുടെ പവർ അതോറിറ്റി അതെന്തിലാണ് പറയുന്നത്? ഭരണഘടനയിലാണല്ലേ. ആസ് വെൽ ആസ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഡിറൈവ് ഫ്രം ദ പീപ്പിൾ. ഇന്ത്യയുടെ ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ അവർ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുന്ന പരമാധികാരവും അതുപോലെ സ്വതന്ത്രവുമായുള്ള ഇന്ത്യയുടെ എല്ലാ പവറും അതോറിറ്റിയും ജനങ്ങളിൽ നിന്നുമാണ് ഉയർന്നു വരേണ്ടതെന്ന രീതിയിലും അവർ പറഞ്ഞു അല്ലെ. സോ അതും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടായിരുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പരാമർശമായിരുന്നു. അതുപോലെ എന്താണ്? ഓൾ ഇന്ത്യൻസ് മസ്റ്റ് ബി ഗ്യാരണ്ടീഡ് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ഫെയർനെസ്, ഇക്വാലിറ്റി ഓഫ് പൊസിഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, equality before law and basic freedom of expression, belief, faith, worship, vocation, association and action subject to the law and public morality. എന്താണ് കാര്യം? നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഒരുപാട് ടേംസ് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാ ഇന്ത്യക്കാരും യാതൊരുവിധ രീതിയിലുള്ള വ്യത്യാസവും ഇല്ലാതെ എല്ലാ ഇന്ത്യക്കാർക്കും എന്താണ്
സാമൂഹ്യപരമായിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, സാമ്പത്തികപരം എക്കണോമിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ആയിക്കോട്ടെ, എല്ലാത്തിലും എന്താണ് ഒരുപോലെ അവരെ ട്രീറ്റ് ചെയ്യണം. അല്ലാതെ പൈസ കുറച്ച് കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേറെ നിയമങ്ങൾ. ഇനി സോഷ്യലി എന്താണ് ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൺസിഡറേഷൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ കൺസിഡറേഷൻ എന്ന രീതിയിലൊന്നുമില്ല. എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ കണ്ട് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫെയർനെസ് ഉറപ്പുവരുത്തി. അതുപോലെ ഇക്വാലിറ്റി ഓഫ് പൊസിഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, അവകാശങ്ങളിൽ എന്താണ് നമ്മുടെ അവസരങ്ങളിലും അതുപോലെ സ്ഥാനങ്ങളിലും എന്താണ് ഈക്വാലിറ്റി എല്ലാവർക്കും ഒരുപോലെ വന്നു അല്ലെ. അല്ലാതെ പ്രത്യേകിച്ച് സർക്കാർ സർവീസിൽ പ്രത്യേകിച്ച് ആളുകൾക്ക് എന്താണ് അത്തരത്തിലുള്ള മുൻകൂറായിട്ടുള്ള അനുമതിയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് കയറിയാൽ മതി എന്ന രീതിയിൽ വന്നു. അതുപോലെ ഇക്വാലിറ്റി ബിഫോർ ദ ലോ അല്ലെ. ആര് എന്ത് കുറ്റം ചെയ്ത് കഴിഞ്ഞാലും എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യരാണ്. അതിപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ചെയ്ത് കഴിഞ്ഞാലായാലും അല്ലാതെ സാധാരണ ഒരു പൗരനായി കഴിഞ്ഞാലും എന്താണ് എല്ലാവരും നിയമത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും അല്ലെ. ഇനി പ്രസിഡന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് സാധാരണ പൗരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. പ്രസിഡന്റ് അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ക്രിമിനൽ കുറ്റവും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് മേൽ ചാർത്താൻ വേണ്ടി സാധിക്കത്തില്ല. ഇനി ആ രീതിയിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ പാർലമെന്റ് കൊണ്ടുവരികയും ഇംപീച്ച്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇദ്ദേഹത്തെ എന്താണ് പുറത്താക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. എങ്കിൽ പോലും എന്താണ് ഗുരുതരമായുള്ള കുറ്റമാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം അവസാനിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു പൗരനെ പോലെ തന്നെ പ്രസിഡന്റ് എന്താണ് പ്രസിഡന്റ് അല്ല ഏത് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായി കഴിഞ്ഞാലും അദ്ദേഹം ആ ഒരു ശിക്ഷാ നടപടികൾ നേരിടേണ്ടതായിട്ട് തന്നെ വരും. അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മറ്റൊരു മഹത്തായുള്ള ഫീച്ചറായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഈക്വാലിറ്റി ബിഫോർ ദ ലോ അല്ലെ. നിയമത്തിന് മുൻപിൽ എല്ലാവരും ചെറിയവനെന്നും വലിയവനെന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ചില നിയമപരമായിട്ടുള്ള അധികാര സ്ഥാനങ്ങൾ വരുന്ന ആളുകൾക്ക് ചില പ്രിവിലേജ് ഉണ്ട്. അല്ലാതെ എന്താണ് തെറ്റ് ചെയ്താൽ എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെയാണ്. അതുപോലെ ഫ്രീഡംസ് ഓഫ് എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വേർഷിപ്പ്, ഒക്കേഷൻ, അസോസിയേഷൻ ആൻഡ് ആക്ഷൻ, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ മതപരമായുള്ള നമ്മുടെ സ്വാതന്ത്ര്യം, വിശ്വാസപരമായുള്ള സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, അങ്ങനെ ഒരുപാട് അവകാശങ്ങളുണ്ട് അല്ലെ. സോ ആ അവകാശങ്ങളൊക്കെ എന്താണ് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്ന് പറഞ്ഞു. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ലോയും പബ്ലിക് മൊറാലിറ്റിയും കീപ്പ് ചെയ്തുകൊണ്ടാണല്ലേ. സോ നിയമത്തിനും അതുപോലെ പബ്ലിക് മൊറാലിറ്റിക്കും അതീതമായിട്ടാണ് ഈ പറയുന്ന അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ എന്താണ് മൈനോറിറ്റീസ്, ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ദ പുവർ ആൻഡ് അതർ ഡിസ്അഡ്വാൻറ്റേജഡ് ഗ്രൂപ്പ് മസ്റ്റ് ബി വെൽ പ്രൊട്ടക്റ്റഡ്. ഇത് ഓൾറെഡി ഇതിന് മുന്നേയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കമ്മ്യൂണൽ അവാർഡിലൂടെയൊക്കെ കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു കാര്യങ്ങൾ എന്താണ് ഒരു കാര്യങ്ങൾ ഒരു പരിധിവരെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രദ്ധിച്ചു. അതായത് മൈനോറിറ്റീസ് ആയിട്ടുള്ള മറ്റ് ജനസംഖ്യ കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ മൈനോറിറ്റീസ് ആയിട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾ, അതുപോലെ ബാക്ക്വേർഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജഡ് ഗ്രൂപ്പ്സ്, അവർക്കൊക്കെ എന്താണ് അവർക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന രീതിയിൽ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് എന്താണ് SC/ST ഒക്കെ ആ രീതിയിൽ റിസർവേഷൻ, അതിപ്പോൾ ഏത് എക്സാം ആയി കഴിഞ്ഞാലും ഈ പറയുന്നത് പോലെയുള്ള എന്താണ് ഈ പറയുന്നത് പോലെ ഈക്വാലിറ്റി പൊസിഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റിയിൽ ഒരേപോലെയുള്ള കാര്യങ്ങളാണോ വരുന്നത്. SC/ST ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു കാറ്റഗറീസിലൊക്കെ റിസർവേഷനൊക്കെ വരുന്നുണ്ടല്ലേ. അതൊക്കെ എന്തുകൊണ്ടാണ് അത് ഈ പറഞ്ഞ മൈനോറിറ്റീസ്, ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് പുവർ ആൻഡ് അതർ ഡിസ്അഡ്വാൻറ്റേജ് ഗ്രൂപ്പ് മസ്റ്റ് ബി വെൽ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ദ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഓഫ് ദ റിപ്പബ്ലിക് ആസ് വെൽ ആസ് ഇറ്റ്സ് സോവറിൻ റൈറ്റ്സ് ഓൺ ലാൻഡ്, സീ ആൻഡ് എയർ ഷുഡ് ബി പ്രിസേർവ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിവിലൈസ്ഡ് കൺട്രി ജസ്റ്റിസ് ആൻഡ് ലോ. എന്താണ് നമ്മുടെ വായു ആയിക്കോട്ടെ, കരയായിക്കോട്ടെ, ജലമായിക്കോട്ടെ, എല്ലാ മേഖലകളിലും നമ്മുടെ അതിർത്തികളും കാര്യങ്ങളും എന്താണ് കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണമെന്നും അവിടെയും എന്താണ് എല്ലാ രീതിയിലുള്ള സമത്വവും കാര്യങ്ങളും ഉറപ്പുവരുത്തണമെന്നും ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് അതിർത്തി ആയിക്കോട്ടെ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ല, അവിടെയൊക്കെ എന്താണ് ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഓഫ് റിപ്പബ്ലിക് ആസ് വെൽ ആസ് ഇറ്റ്സ് സോവറിൻ റൈറ്റ്സ് ഓൺ ലാൻഡ്, സീ ആൻഡ് എയർ ഷുഡ് ബി പ്രിസേർവ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിവിലൈസ്ഡ് കൺട്രി ജസ്റ്റിസ് ആൻഡ് ലോ. അതുപോലെ ദ കൺട്രി would contribute fully and willingly to the advancement of world peace and the well-being of humanity. എന്താണ് ലോക സമാധാനത്തിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ഇന്ത്യയും പരസ്പര സഹകരണത്തോടുകൂടെ മുന്നോട്ടേക്ക് പോകും. മറ്റു രാജ്യങ്ങൾ അനാവശ്യമായിട്ട് യുദ്ധങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. സോ അത്തരത്തിലുള്ള കാര്യം കൂടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ട് തന്നെ വന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം.
ഇനി നമുക്ക് പറയാനുള്ളത് മറ്റ് ഫംഗ്ഷൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് ഫംഗ്ഷൻസ് കൂടെയുണ്ട്. ആ ഒരു ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം. നാഷണൽ ഫ്ലാഗ് എന്നാണ് അഡോപ്റ്റ് ചെയ്തത്, നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലേ. സോ അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എനാക്ടിംഗ് ഓർഡിനറി ലോസ്, ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓൾസോ പെർഫോം ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഓൾറെഡി എന്താണ് നമ്മുടെ ചിന്തയിൽ നമ്മുടെ ഭരണഘടന, ഞാൻ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് ഭരണഘടനയിൽ എന്താണ് ചില നിയമങ്ങൾ നിർമ്മിക്കുക. അതെന്താണ് പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ജനങ്ങൾ പാലിച്ച് മുന്നോട്ടേക്ക് പോവേണ്ട രീതിയിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി വെക്കുക എന്നത് മാത്രമാണെന്ന രീതിയിൽ ചിന്തിക്കരുത്. അവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തൊക്കെയാണത്? ഇറ്റ് റാറ്റിഫൈഡ് ഇന്ത്യസ് മെമ്പർഷിപ്പ് ഓഫ് കോമൺവെൽത്ത് ഇൻ മെയ് 1949. 1949 മെയ് മാസമായ സമയത്ത് എന്താണ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ് കോമൺവെൽത്തിലെ ഇന്ത്യയുടെ മെമ്പർഷിപ്പ് ഉറപ്പുവരുത്തി അല്ലെങ്കിൽ മെമ്പർഷിപ്പ് സ്ഥിരീകരിക്കുന്നത്. ഓൾറെഡി ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലോ, കോമൺവെൽത്ത് കൺട്രീസിൽ നിലനിൽക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോവാം എന്ന രീതിയിൽ ആ ഒരു ചോയ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എന്താണ് നിലനിൽക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്താണ് ഈ കാര്യം 1949 മെയ് മാസത്തിൽ ഉറപ്പുവരുത്തി. ഇന്ത്യ കോമൺവെൽത്തിന് മെമ്പർ ആണെന്ന രീതിയിൽ ഉറപ്പുവരുത്തി. അതുപോലെ എന്താണ് ഇറ്റ് അഡോപ്റ്റഡ് നാഷണൽ ഫ്ലാഗ് ഓൺ ജൂലൈ 22, 1947. സ്ഥിരമായിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ്, എന്നാണ് നമ്മുടെ ദേശീയ പതാക അഡോപ്റ്റ് ചെയ്തെന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. 1947 ജൂലൈ 22 നമ്മുടെ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടത്. അതുപോലെ നാഷണൽ ആന്തം അല്ലെ, ജനഗണമന നാഷണൽ ആന്തവും വരുന്നുണ്ട്. നാഷണൽ സോങ് എന്താണ്? വന്ദേ മാതരമാണല്ലേ. സോ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും ഒരേ ഡേറ്റ് തന്നെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഏതാണ് ഡേറ്റ്? ജനുവരി 24, 1950 ആണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്കറിയാം 1950 ജനുവരി 26 ഇന്ത്യ ഒഫീഷ്യൽ റിപ്പബ്ലിക് ആകുന്നതല്ലേ. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിൽ അല്ലെങ്കിൽ 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡിൽ നമുക്ക് ആലപിക്കാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ ആന്തവും വേണം, നാഷണൽ സോങ്ങും വേണം. അത് രണ്ടും എന്താണ്? അത് രണ്ടും 2 ദിവസം മുന്നേ പ്രിപ്പയർ ചെയ്തു എന്ന രീതി ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇവിടെ പ്രിപ്പയർ ചെയ്തതല്ല, അഡോപ്റ്റ് ചെയ്തതാണ്. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ ആന്തം ഓൺ ജനുവരി 24, 1950. അഡോപ്റ്റഡ് നാഷണൽ സോങ് ഓൺ ജനുവരി 24, 1950. രണ്ടും ഒരേ ഡേറ്റ് തന്നെയാണല്ലേ. നാഷണൽ ആന്തം ആയാലും നാഷണൽ സോങ് ആയാലും അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരേ ദിവസം തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് ആ ഒരു ദിനം തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റായിട്ട് ആരെ തിരഞ്ഞെടുക്കുന്നത്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നൊക്കെ പറയുന്ന പ്രസിഡന്റ് അല്ലേ, അദ്ദേഹമായിട്ട് ആദ്യത്തെ പ്രസിഡന്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നതും 1950 ജനുവരി 24. സോ ജനുവരി 24 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, നാഷണൽ ആന്തം തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തു, നാഷണൽ സോങ് അഡോപ്റ്റ് ചെയ്തു. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നു. അതിനു മുൻപ് നടന്നൊരു കാര്യമാണ് 1947 ജൂലൈ 22 എന്താണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്, ട്രൈക്കളർ ഫ്ലാഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് 1949 മെയ് മാസത്തിലാണ് കോമൺവെൽത്ത് മെമ്പർഷിപ്പ് ഇന്ത്യ ഉറപ്പാക്കിയുള്ളത്. അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കണം. ആ രീതിയിലൊക്കെ പരീക്ഷയിൽ സ്ഥിരമായിട്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. ആ രീതിയിലൊക്കെ പലപ്പോഴും എന്താണ് നമ്മൾ ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ആ രീതിയിലൊന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, ഇൻ ഓൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഹാഡ് 11 സെഷൻസ് ഓവർ 2 year 11 month and 18 days. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പരീക്ഷ ഈവൻ PSC പരീക്ഷയ്ക്ക് അടക്കം ചോദിച്ചുള്ള ചോദ്യമാണ്. എത്ര കാലയളവാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എടുത്തിട്ടുണ്ടായിരുന്ന എന്ന രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് ഈ പറയുന്ന ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എടുത്തത്. അതിൽ തന്നെ എന്താണ് 11ഓളം സെഷൻസ് വരുന്നുണ്ട്. 11ഓളം സെഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡിസംബർ 9 അല്ല, ഡിസംബർ 9 ആദ്യ മീറ്റിംഗ്, ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തു. ഡിസംബർ 9 തൊട്ടിട്ട് ഡിസംബർ 23 വരെ എന്താണ് 1946 ഡിസംബർ 9 തൊട്ടിട്ട് 23 വരെ ആദ്യത്തെ സെഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത്തെ സെഷൻ 1947 ജനുവരി 20 തൊട്ടിട്ട് 25 വരെയും. മൂന്നാമത്തെ സെഷൻ 1947 തന്നെ നടന്നു, ഏപ്രിൽ 28 തൊട്ടിട്ട് മെയ് 2 വരെയും. നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ സെഷൻ 1947 തന്നെയാണ്. ആറാമത്തെ സെഷൻ 1948 ജനുവരി 27 നടന്നു. ഏഴാമത്തെ സെഷൻ 48 നവംബർ 4 തൊട്ടിട്ട് 49 ജനുവരി 8 വരെയും. എട്ടാമത്തെ സെഷൻ 1949 തന്നെ നടന്നു. ഒൻപതാമത്തെ സെഷൻ 49 നടന്നു. 10ാമത്തെയും 11ാമത്തെയും സെഷനൊക്കെ എന്താണ് 1949 കാലഘട്ടം തന്നെയാണ് നടന്നത്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ചാർട്ട് ഞാൻ തരാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ മതി. ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട സെഷൻസ് ഏതൊക്കെയാണെന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ അവസാനത്തെ സെഷൻ എന്താണ് 1950 ജനുവരി 24 അവസാനമായിട്ട് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ അംഗങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ട്. അത് നമ്മൾ എന്തായാലും ഇവിടെ പറയുന്നുണ്ട്. മറ്റുള്ള ഡേറ്റ്സ് ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ഡേറ്റ്സും ഞാനിവിടെ പരാമർശിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ആവശ്യമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഞാൻ എന്തായാലും അതിന് ചാർട്ട് ഇട്ട് തരും, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താലും മതി. ഇൻ ഓൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആർ 11 സെഷൻ. എത്ര സെഷൻസ് ഉണ്ടായിരുന്നു ചോദ്യം വരും? 11 സെഷനാണ്.
അത് എത്ര വർഷമാണ്? 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്താണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. 1946 ഡിസംബർ 9-ാം തീയതി ആദ്യ മീറ്റിംഗിന് ശേഷം എന്താണ് ഇത്? 2 വർഷവും 11 മാസവും അതുപോലെ തന്നെ 18 ഡേയ്സും എടുത്തിട്ടാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന 11 സെഷനിലൂടെ ഒരു ഭരണഘടന ഒഫീഷ്യലായിട്ട് രൂപീകരിച്ചത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഹാഡ് ഗോൺ ത്രൂ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് അബൌട്ട് 60 കൺട്രീസ്. 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന അല്ലേ? അതെന്തിനാണ് അങ്ങനെ മറ്റു രാജ്യങ്ങളുടെ ഭരണഘടന എടുക്കുന്നത്? ഇന്ത്യയുടെ ഒരു ഭരണഘടനയാണ്, അല്ലെങ്കിൽ രാജ്യത്തെ ആളുകൾ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് ഓൾറെഡി ഒരുപാട് രാജ്യങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ബ്രിട്ടൻ ആയി കഴിഞ്ഞാലും റഷ്യ ആയി കഴിഞ്ഞാലും അമേരിക്ക ആയി കഴിഞ്ഞാലും മറ്റ് ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഒക്കെ എന്താണ് ഭരണഘടനയുണ്ട് അല്ലേ? അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയുടെ സ്ട്രക്ചറിനനുസരിച്ച്, ജോഗ്രഫിക്ക് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് നോക്കിയിട്ട് 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? അങ്ങനെ ഓരോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അഡോപ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, കടൽ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട് അത് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഒരറ്റത്ത് നിന്ന് മുങ്ങി തുടങ്ങിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് പോകാണ്ട് സൈലന്റ് ഫീച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ കടന്നു വരും. അതിനുശേഷം ആർട്ടിക്കിൾ പറയാനുണ്ട്, അതുപോലെ തന്നെ ഷെഡ്യൂൾസ് പറയാനുണ്ട്, പാർട്ട് പറയാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പറയാനുണ്ട്, അമെൻമെന്റ്സ് ഒക്കെ പറയാനുണ്ട്. സോ തുടങ്ങിയിട്ടുള്ളൂ, നമ്മളൊന്ന് മുങ്ങി തുടങ്ങിയിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താണ് മുങ്ങി അടിയിലേക്ക് പോയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ പൊങ്ങി വരും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കടലിൽ. അവിടെ എന്താണ് ബോറിംഗ് ഫീച്ചേഴ്സ് ഒക്കെ വരും. സോ ആ ഒരു ബോറിംഗ് ഫീച്ചേഴ്സ് എത്രത്തോളം രാജ്യങ്ങൾ എന്ന് പഠിച്ചു വെക്കണം? 60 രാജ്യം എന്ന് കരുതി 60 രാജ്യത്ത് നിന്നും നമ്മൾ കടമെടുത്ത ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കില്ല. നമ്മളൊരു 5-10 രാജ്യങ്ങൾ പ്രധാനമായിട്ട് UK, USA, സൗത്ത് ആഫ്രിക്ക, അതുപോലെ ജർമ്മനി, അയർലാൻഡ്, കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 5-10 രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങൾ മാത്രമാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുള്ളത്. അത്തരം കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. ബട്ട് എന്താണ് 60ഓളം രാജ്യങ്ങൾ നമ്മൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. 60ഓളം രാജ്യങ്ങളിൽ ഭരണഘടന നമ്മുടെ മേക്കേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് കൺസിഡേർഡ് ഫോർ 114 ഡേയ്സ്. ഈ ഒരു ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് പറയാം. കരട് രൂപീകരണം അല്ലേ, 114 ദിവസമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കരട് രൂപീകരണം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ ഒരു ക്ലാസ് തന്നെ ഞാൻ പറയുന്നുണ്ട്. ആ ഒരു സമയം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഓൺ മേക്കിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൗണ്ടഡ് 64 lakh, 64 ലക്ഷം രൂപയാണ് ഈ പറയുന്ന ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി. കാലയളവ് കൂടെ ആലോചിച്ച് നോക്കണം. 1946-നും 50-നും ഇടയിലുള്ള കാലയളവാണ്. ഇന്നും 64 ലക്ഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു എമൗണ്ട് ആണ് നമുക്കല്ലേ. സോ അന്നത്തെ ആ ഒരു കണക്ക്, ഇന്നത്തെ എസ്റ്റിമേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി എമൗണ്ട് വരും. അതായത് എത്രയോ കോടികൾ വെച്ച്, ചിലപ്പോൾ ഇത് ഒരു 6000 കോടിയാവും, അല്ലെങ്കിൽ അതിന് മേലെ പോവാം ഇന്നത്തെ അവസ്ഥയാണെങ്കിൽ. ഓക്കെ, ആ ഒരു കാലയളവിൽ 64 ലക്ഷം രൂപയാണ് നമുക്ക് ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചിലവായുള്ളത്. നിർമ്മാണം എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല സോഴ്സും നമുക്ക് കാര്യങ്ങൾ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കമ്മിറ്റിയിലെ ആളുകളുടെ ആ ഒരു ചിലവ്, അങ്ങനെ ഒരുപാട് ചിലവുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി എന്താണ്, on January 24, 1950, the Constituent Assembly held its final session. അവസാനത്തെ സെഷൻ 1950 ജനുവരി 24 അന്ന് തന്നെ മറ്റു 2 പ്രത്യേകത ഉണ്ടല്ലോ. എന്തൊക്കെയാണ് മറ്റു പ്രത്യേകതകൾ? 1950 ജനുവരി 24 ഫൈനൽ സെഷൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആയിട്ട് വന്നു. നാഷണൽ സോങ് അഡോപ്റ്റ് ചെയ്തു, നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ജനുവരി 24 സോ അങ്ങനെ എന്താണ് ജനുവരി 24 ഫൈനൽ സെഷനിൽ ഒത്തുകൂടിയല്ലേ ഈ ഒരു നിർമ്മാതാക്കളൊക്കെ ഒത്തുകൂടി. ഇറ്റ് അവർ ഡിഡ് നോട്ട് എൻറ്റർ ആൻഡ് കണ്ടിന്യൂഡ് ആസ് എ പ്രൊവിഷണൽ പാർലമെന്റ് ഓഫ് ഇന്ത്യ ഫ്രം ജനുവരി 26, 1950. ഒഫീഷ്യലായിട്ട് ഈ ഒരു ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് 1950 ജനുവരി 26 എങ്കിൽ പോലും ഫൈനൽ സെഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രൊവിഷണൽ പാർലമെന്റ്, താൽക്കാലികമായിട്ടുള്ള ഒരു പാർലമെന്റ് ആയിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് 1951-52 കാലയളവിൽ ഫസ്റ്റ് ജനറൽ ഇലക്ഷന് ശേഷം ഒഫീഷ്യലായിട്ട് ഇന്ന് കാണുന്ന രീതിയിൽ ഒരു പാർലമെന്റ് വരുന്നത് വരെ എന്താണ് ഒരു സഹായം എന്ന രീതിയിൽ പ്രൊവിൻഷ്യൽ പാർലമെന്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഫൈനൽ സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 24 എന്ന് തന്നെ നമ്മൾ പറയേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനിയാണ് നമ്മൾ വളരെ 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 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പോകുന്നത്. സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. പരമാവധി ഞാൻ എന്താണ് കോഡുകളൊക്കെ തന്നെ വെച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടി ശ്രമിക്കും. ആ ഒരു കോഡുകൾ മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ കോഡുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ കോഡുകൾ ഉണ്ടാക്കുക. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പരമാവധി സിമ്പിളായിട്ടുള്ള കോഡുകൾ ഞാൻ ഉണ്ടാക്കി തരാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ കമ്മിറ്റീസ് അല്ലേ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമ്മിറ്റീസ് വരും. ഓൾറെഡി നമ്മുടെ ഓണ കമ്മിറ്റി ഓർമ്മയില്ലേ? ഓണ കമ്മിറ്റിയിൽ എന്താണ്, ഓണ കമ്മിറ്റി ഇങ്ങനെയാണ് വരുന്നത്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓണ കമ്മിറ്റി രൂപീകരിച്ചു അല്ലേ. എന്നിട്ട് എന്താണ്, ഓണ കമ്മിറ്റിക്ക് പൂവ് വാങ്ങാൻ വേണ്ടി ഒരു ടീമിനെ റെഡിയാക്കി. ഇനി
ഓണക്കളികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരു ടീമിനെ നമ്മൾ റെഡിയാക്കി. ഇനി ഓണസദ്യ റെഡിയാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടൊരു ടീമിനെ നമ്മൾ റെഡിയാക്കി. ഇനി ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പിക്കപ്പ് ഡ്രോപ്പ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി നമ്മൾ റെഡിയാക്കി. സോ ഇനി ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പിരിവിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി റെഡിയാക്കി. സോ ഇതൊക്കെ വിവിധ കമ്മിറ്റികൾക്ക് അല്ലേ. അവിടെ മൊത്തത്തിൽ ഓണപരിപാടികളിൽ നമ്മൾ 100 പേരുണ്ടെങ്കിൽ കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ട് ഒരു 25 പേരെ നമ്മൾ തിരഞ്ഞെടുത്തത് 5 പേര് ഫുഡ്, 5 പേര് പൂവ്, 5 പേര് കളികൾ, അതുപോലെ 5 പേര് സദ്യ, 5 പേര് ട്രാവലിംഗ് എന്ന ഇതിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമല്ലോ എന്ന് കരുതി ബാക്കി 75 പേര് വരില്ല എന്നല്ല, ബാക്കി 75 പേരെ കൂടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇവരതിൻ്റെ ഹെഡായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. സോ നമ്മുടെ ഓണക്കമ്മിറ്റി ഒരു ഓണം നടത്താൻ വേണ്ടി ഒരു ദിവസം ഓണ പരിപാടി നടത്താൻ വേണ്ടി നമ്മൾ ഇത്രയും കമ്മിറ്റീസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇനി അങ്ങോട്ട് എത്ര കാലം ഇന്ത്യ ഉണ്ടോ അത്ര കാലം നമ്മുടെ ഇന്ത്യ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്രത്തോളം കമ്മിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കമ്മിറ്റീസ്, അതിൽ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കമ്മിറ്റിയുടെ തലവൻ ആരാണെന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പരമാവധി കാര്യങ്ങൾ ഞാൻ കമ്മിറ്റിയുടെ തലവനൊക്കെ ചോദ്യങ്ങളായിട്ട് വരുന്നത് കോഡ് വെച്ച് തന്നെ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കും. കോഡിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കും ആ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. കോഡിനി ഞാൻ പറയുന്ന കോഡ് സിമ്പിളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അപ്പോയിന്റഡ് നമ്പർ ഓഫ് കമ്മിറ്റീസ് ടു ഡീൽ വിത്ത് ഡിഫറെന്റ് ടാസ്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ്. അതായത് നമ്മുടെ ഓണക്കമ്മിറ്റിയിൽ എന്ത് തന്നെയാണ്, ഓണക്കമ്മിറ്റി പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട്, സദ്യയുമായിട്ട് ബന്ധപ്പെട്ട്, ഓണക്കളികളുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ വിവിധ ടാസ്കുകളെ. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ പ്രൊവിൻസസുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസ് വേണ്ടി വരും. അതുപോലെ തന്നെ വിവിധ പവർ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസ് വേണ്ടി വരും. കരട് രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസ് വേണ്ടി വരും. സബ് കമ്മിറ്റീസ് ഒരുപാട് വേണ്ടി വരും. അങ്ങനെ ഒരുപാട് കമ്മിറ്റീസ് വേണ്ടി വരും അല്ലേ. സോ അത്തരത്തിൽ കമ്മിറ്റീസ് രൂപീകരിച്ച സമയത്ത് പ്രധാനപ്പെട്ട കമ്മിറ്റീസും അതിനൊരു തലവനും വരും അല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ ഓണക്കമ്മിറ്റി ഓണക്കമ്മിറ്റിയിൽ സദ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലവൻ, ലീഡർ ഇന്ന ആളാണെന്ന രീതിയിൽ നമ്മൾ പറയും അല്ലേ. അതുപോലെ ഒരു ലീഡർ ഉണ്ടായിരുന്നു. ആ ഒരു ചെയർമാൻ അല്ലെങ്കിൽ ലീഡറെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. ഔട്ട് ഓഫ് ദിസ് 8 വേർ മേജർ കമ്മിറ്റീസ്. ഒരുപാട് കമ്മിറ്റി എന്ന് പറഞ്ഞു. അവിടെ അതിൽ തന്നെ 8 മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ആൻഡ് അതർ വേർ മൈനർ കമ്മിറ്റീസ്. 8 മേജർ കമ്മിറ്റീസും കൂടാതെ ഒരുപാട് മൈനർ കമ്മിറ്റീസൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഓർത്ത് വെക്കണം. 8ഓളം മേജർ കമ്മിറ്റീസ് എന്തായാലും നമുക്കുണ്ട്. അത് ബുക്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ ഏതൊക്കെയാണ് ഈ ഒരു 8 മേജർ കമ്മിറ്റി എന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് പരീക്ഷകളിൽ പഠിച്ചു വയ്ക്കേണ്ടതായിട്ട് വരും. പ്രധാനപ്പെട്ട 8 മേജർ കമ്മിറ്റീസ് ഏതൊക്കെ. ഇത് സബ് കമ്മിറ്റിയാണ്. ഇവിടെ 9 എന്ന് പറയുന്ന നമ്പർ കണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇവിടെ സബ് കമ്മിറ്റീസ് കൂടെ എൻ്റെ ആഡ് ചെയ്യുമ്പോൾ നമ്പറിൽ വന്നു പോയതാണ്. 8 കമ്മിറ്റീസ് ഇവിടെ വരുന്നുള്ളൂ, 9 എന്ന് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. യൂണിയൻ പവർ കമ്മിറ്റി അല്ലേ. എന്താണ് യൂണിയൻ പവർ കമ്മിറ്റിയാണ്. യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും ആര് തന്നെയാണ്, ജവഹർലാൽ നെഹ്റു. 2 കമ്മിറ്റീസ് ജവഹർലാൽ നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പവർ അല്ലേ. ഏറ്റവും പവർ വരുന്നത് ആർക്കായിരിക്കും? പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. പ്രസിഡന്റ് അവിടെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പവറും അഡ്വാൻറ്റേജ്, കോൺ എന്ന് പറയില്ല നമ്മൾ, അഡ്വാൻറ്റേജ്. സോ ഇത് കോൺ പവർ എന്ന് പറയുന്ന ആർക്കാണ്? ജവഹർലാൽ നെഹ്റു. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും പവർ അവിടെ വരുന്നത്. ഓക്കെ, ഏറ്റവും പവർ വരുന്നത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവിനാണ്. കോൺ എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ്, നമ്മൾ പ്രോസ് ആൻഡ് കോൺ എന്ന് പഠിക്കാറില്ല, കേൾക്കാറില്ല. സോ കോണ് അതായത് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പവർ വരുന്ന ആർക്കാണ്? ജവഹർലാൽ നെഹ്റുവിനാണ്. ആ രീതിയിൽ യൂണിയൻ പവർ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരു പേര് പഠിച്ചാൽ മതി. അതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ആ ഒരു പേര്. ക്ലിയർ ആണല്ലോ? 2 കാര്യം ഇവിടെ പഠിക്കാനുള്ളൂ. ഒന്ന് പവർ കമ്മിറ്റി, മറ്റൊന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. രണ്ടിൻ്റെയും തലവൻ ആരാണ്? ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. നമ്മുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ INC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ജവഹർലാൽ നെഹ്റു അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് അവിടെ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള സ്പീച്ചും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു കാലഘട്ടങ്ങളിൽ പവർഫുൾ വ്യക്തിയായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജുകൾ കോൺസുള്ള പവർഫുൾ വ്യക്തിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെ തന്നെ യൂണിയൻ പവർ കമ്മിറ്റിയിലും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിയോഗിച്ചു. ഇനി എന്താണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അല്ലെ. പ്രൊവിൻസസുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ഹെഡിനായിട്ട് ആരെ നിയോഗിച്ചു? സർദാർ പട്ടേലിനെ നിയോഗിച്ചു അല്ലെ. നമ്മൾ പ്രൊഫസർ എന്ന് കേട്ടില്ല? നിങ്ങൾ പ്രൊഫസർ എന്ന് കേട്ടില്ലേ? പ്രൊഫസർ, ആ രീതിയിൽ പ്രൊഫസർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രൊഫസർ. പ്രൊവിൻഷ്യൽ എന്ന് പറയുമ്പോൾ പ്രോ എടുക്കുക, സാർ എന്ന് പറയുമ്പോൾ എന്താണ്? സർദാർ പട്ടേൽ. ആ രീതിയിൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേൽ പ്രൊഫസർ എന്ന രീതിയിൽ പഠിച്ചു. പ്രൊഫസർ അല്ല പറയുമ്പോൾ നമ്മൾ പ്രൊഫസർ എന്ന രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ,
പ്രോസാർ എന്ന് പറയില്ല, പ്രൊഫസർ പ്രൊഫസർ എന്ന് ഒന്ന് രണ്ട് തവണ പറഞ്ഞാൽ പ്രോസാർ. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സാർ. ഓക്കെ, സാർ എന്ന രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, പ്രൊഫസർ എന്ന രീതിയിലൊന്നും എടുത്താൽ മതി. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അത് ഞാൻ പ്രത്യേകിച്ച് കോഡിന്റെ ആവശ്യമൊന്നുമില്ല, എങ്കിൽ പോലും എന്താണ് കോഡിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഡോക്ടർ ഡി ആർ. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് കുത്തരുത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് പ്രത്യേകിച്ച് കോഡൊന്നും ഞാൻ പറയാത്തത്. ഇപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടെന്താണ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അതിന്റെ തലവൻ എന്ന രീതിയിൽ. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയാനുണ്ട്, അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. അഞ്ചാമത്തെ കമ്മിറ്റിയാണ് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയസ്. അതിന്റെ തലവൻ ആരാണ്? സർദാർ പട്ടേലാണ് അല്ലേ, സർദാർ പട്ടേൽ. നേരത്തെ നമ്മൾ സാർ പ്രൊഫസർ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമുക്ക് അഡ്വൈസ്, നമുക്ക് പലപ്പോഴും ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ ആരാണ് തരാറുള്ളത്? നമ്മുടെ സാറന്മാരാണല്ലേ, നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സാറന്മാരെന്ന് നമ്മൾ പറയും. സാറന്മാരാണ് നമുക്ക് പലപ്പോഴും കോളേജ് ഘട്ടമായാലും സ്കൂൾ ഘട്ടമായാലും ഒരുപാട് ഉപദേശങ്ങൾ തരാറുള്ളത്. നല്ലതായാലും ചീത്തയായാലും ഒരുപാട് ഉപദേശങ്ങൾ, അതായത് നമ്മൾ എടുക്കുന്ന സെൻസിലാണ് പറഞ്ഞത്, അവർ നല്ല ഉപദേശങ്ങൾ തന്നെയാണ് തരുന്നത്. സോ അഡ്വൈസറി കമ്മിറ്റി അല്ലെ, അഡ്വൈസ് നമുക്ക് ഉപദേശങ്ങൾ ആരാണ്? നമ്മുടെ സാറന്മാരാണ് തരുന്നത് അല്ലെ, ഉപദേശങ്ങൾ നമ്മുടെ സാറന്മാരാണെന്ന് ഓർത്തു വെച്ചാൽ മതി. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ് മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. 5 കമ്മിറ്റി നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെയും രണ്ടാമത്തെയും എന്താണ്? പവറാണല്ലേ, അന്നത്തെ ഏറ്റവും പവർഫുള്ളും അതുപോലെ ഒരുപാട് അഡ്വാൻറ്റേജ് കോൺസും ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ തലവൻ എന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പഠിച്ചു വെക്കാം. അതുപോലെ പ്രൊഫസർ എന്ന് പഠിച്ചാൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേലാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പ്രത്യേകിച്ച് പറയേണ്ട ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അഡ്വൈസർ നമുക്ക് ആരാണ് അഡ്വൈസ് ഉപദേശം തരുന്നത്? അഡ്വൈസർ കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ് മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി 5 സബ് കമ്മിറ്റി ഉണ്ട്. ഇവിടെ ആക്ച്വലി നമ്പർ ആവശ്യമുണ്ടായിരുന്നില്ല, ഞാൻ നമ്പർ ഇട്ട് പോയ സമയത്ത് ആ ഒരു ഓർഡർ നമ്പർ വന്നതാണ്. സോ 5 സബ് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ ഒരു 5 സബ് കമ്മിറ്റീസ് എന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. ഇത് പ്രീവിയസ് വന്ന ചോദ്യമാണ്. ഈവൻ കേരള പി എസ് സിക്ക് പോലും വന്ന കാര്യമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനി ആണല്ലേ, JB കൃപലാനി. നമ്മളൊന്ന് തമാശയ്ക്ക് വേണ്ടി ഫണ്ടിനായിട്ട് നമ്മൾ പോകുന്ന പ്രധാനപ്പെട്ട 1-2 സ്ഥലങ്ങൾ. ഒന്നാണ് പളനി അല്ലേ, പളനി പ്രധാനമായിട്ട് നമ്മൾ ആരാധന അതുപോലുള്ള കാര്യങ്ങൾക്കാണ് പോകുന്നത്, അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ പോലും നമ്മൾ ഒരു ഫണ്ടിന് ഒരു തമാശയ്ക്ക് ഒരു നേരം പോക്കിന് നമ്മൾ പോകുന്ന സ്ഥലമാണ് പളനി എന്ന് ഓർത്തു വെച്ചാൽ മതി. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനി, പളനി, JB കൃപലാനി, പളനി എന്ന് ഓർത്തു വെച്ചാൽ മതി. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനിയാണ് അതിന്റെ ഹെഡ്. ഇനി മൈനോറിറ്റീസിന്റെ സബ് കമ്മിറ്റീസ് ആരാണ്? HC മുഖർജിയാണ്. അതിനൊന്നും എല്ലാത്തിനും ഞാൻ കോഡ് പറഞ്ഞില്ല, എല്ലാത്തിനും കോഡ് പറഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിലിട്ട് മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്താൽ മതി. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റി ആരാണ്? ഗോപിനാഥ് ബർദോളിയാണ് അല്ലേ, ഗോപിനാഥ് ബർദോളിയാണ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസിൻ്റെയും അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നത്. അതുപോലെ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് അതർ ദാൻ അസം കൂടാതെ വരുന്ന എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസിന്റെ സബ് കമ്മിറ്റി AV താക്കർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ 4 പേരാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. മറ്റൊന്ന് 5ാമതായിട്ട് വരുന്നത് ക്യാൻസൽ ചെയ്ത കമ്മിറ്റിയാണ്. നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയ സബ് കമ്മിറ്റിയാണ് ക്യാൻസൽഡ് ബിക്കോസ് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ് ആൻഡ് ബലൂചിസ്ഥാൻ ട്രൈബൽ ഏരിയാസ് ബിക്കം പാർട്ട് ഓഫ് പാകിസ്ഥാൻ ആഫ്റ്റർ ദ റഫറൻഡം. പിന്നീട് എന്താണ്? അവർ കൃത്യമായുള്ള വോട്ടിങ്ങിലൂടെ എന്താണ് അത് ആ ഒരു പ്രദേശങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറിയതിനു ശേഷം ഈ കമ്മിറ്റി ഇല്ലാതായിട്ട് മാറി. പ്രധാനമായിട്ട് 5 കമ്മിറ്റീസ് ഉണ്ട്. അതിൽ തലവന്മാരുടെ പേര് 4 പഠിക്കേണ്ടു. ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനിയാണ്, ഫണ്ട് പളനി, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അതുപോലെ മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജിയാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദോളിയാണ്. ഇനി ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയിട്ട് വരുന്ന ആ ഒരു കമ്മിറ്റി അല്ല, എക്സ്ക്ലൂഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡ് ഏരിയസ് അതർ ദാൻ ദോസ് ഇൻ അസം സബ് കമ്മിറ്റി ആരാണ്? AV താക്കർ. ആ ഒരു 4 കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇനി ആക്ച്വലി ഇവിടെ വരേണ്ട നമ്പർ 6, 7, 8 ആ ഒരു ഓർഡറിൽ മാറിപ്പോയതാണ്. സോ 6ാമത്തെ എന്താണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണല്ലേ. ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ്. റൂൾസിൽ 6 എടുക്കുക, പ്രൊസീജിയറിൽ P എടുക്കുക. രാജേന്ദ്ര പ്രസാദിൽ 6 എടുക്കുക, രാജേന്ദ്രയിൽ 6 എടുക്കുക, പ്രസാദിൽ P എടുക്കുക. സിമ്പിളായിട്ട് കഴിഞ്ഞല്ലോ. റൂൾസ് പ്രൊസീജിയർ കമ്മിറ്റി RP. ഓക്കെ, റൂൾസ് പ്രൊസീജിയർ RP രാജേന്ദ്ര പ്രസാദ് എന്ന രീതിയിൽ നിന്ന് സിമ്പിളായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി സാധിക്കും. ഇനി സ്റ്റേറ്റ്സ് കമ്മിറ്റി ഫോർ നെഗോഷിയേറ്റിംഗ് വിത്ത് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങൾ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട നെഗോഷിയേഷനിൽ ഒരു കമ്മിറ്റി നിർമ്മിച്ച സമയത്ത് അതിന്റെ തലവനുമാർ തന്നെയാണ് നമ്മുടെ പവർ കോൺ സ്റ്റാർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു തന്നെ അല്ലേ. സ്റ്റേറ്റ് കമ്മിറ്റി പവർ കോൺ സ്റ്റാർ എന്ന് പഠിച്ചു വെച്ചാൽ മതി.
പവർകോൺ സ്റ്റേറ്റ് എന്ന രീതിയിൽ, സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന രീതിയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റി ആരാണ്? സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിന്റെ മുന്നിലിരിക്കുന്ന ആളാണല്ലേ. സോ ഒരു സ്റ്റിയറിംഗ് ആരുടെ കയ്യിലാണ്? പ്രസിഡന്റിന്റെ കയ്യിലാണെന്ന രീതിയിൽ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു വെക്കാനുള്ള ഒരു കോഡ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ബസ്സുകളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ ഡ്രൈവർമാർ അല്ലെങ്കിൽ ആ ഒരു ബസ്സുകളിൽ രാവിലെ എടുക്കുന്ന സമയത്ത് എന്താണ് ഡ്രൈവർമാർ, സ്റ്റിയറിംഗ് പിടിക്കുന്ന ഡ്രൈവർമാർ എന്താണ് ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ആ വാഹനത്തിന് എന്താണ് വാഹനത്തിന് പ്രസാദമൊക്കെ കൊടുത്തിട്ടാണ് ആ രീതിയിലാണ് ചെയ്യാറുള്ളത് അല്ലേ. പലപ്പോഴും നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന കാര്യമാണ്. ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്നറിയില്ല. ആ രീതിയിൽ ഓർത്ത് വയ്ക്കുന്നവർ ഓർത്ത് വെച്ചോളൂ. സ്റ്റിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റിയറിംഗ് പിടിക്കുന്ന ഡ്രൈവർമാർ എന്താണ് രാവിലെ ബസ് എടുക്കുന്ന എങ്ങനെയാണ് പ്രസാദമൊക്കെ വാങ്ങിയിട്ടാണല്ലേ. ആ രീതിയിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ വളയം പിടിക്കുന്ന രാജ്യത്തിന് വളയം പിടിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ബട്ട് പവർ ആരുടെ കയ്യിലാണ്? പവർ വരുന്നത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയുടെ കയ്യിലാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. സോ ഇത്രയും പഠിച്ച 8 കമ്മിറ്റീസും അതുപോലെ തന്നെ 5ഓളം സബ് കമ്മിറ്റിയും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഇതിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഏതൊക്കെ കമ്മിറ്റിയാണ് ചോദിച്ചത് ഞാൻ പറയുന്നില്ല. ഇതിൽ വന്ന ഒട്ടുമിക്ക കമ്മിറ്റി എന്താണ് പല വർഷങ്ങളായിട്ട് പല ഷിഫ്റ്റിലായിട്ട് പല പരീക്ഷകളിലായിട്ട് വന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാം ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ പഠിച്ചു വെക്കണം. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല. ഇനി മൈനർ കമ്മിറ്റീസ് കൂടി ഉണ്ട്. അതിന് ഞാൻ കോഡ് വെച്ചിട്ടില്ല. നിങ്ങൾ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. മൈനർ കമ്മിറ്റീസ് ആയിട്ട് പറയാനുള്ളത് ഒന്ന് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ഫിനാൻസ് ആൻഡ് അതായത് ധനകാര്യവും അതുപോലെ സ്റ്റാഫ് കമ്മിറ്റി ആയിട്ട് രാജേന്ദ്ര പ്രസാദിനെ തന്നെ അതിന് തലവനായിട്ട് നിയമിച്ചു. അതുപോലെ ക്രെഡൻഷ്യൽസ് കമ്മിറ്റിയായിട്ട് അലടി കൃഷ്ണസ്വാമി അയ്യരെ നിയമിച്ചു. ഹൗസ് കമ്മിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യെ നിയമിച്ചു. അതുപോലെ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഡോക്ടർ KM മുൻഷിയെ നിയമിച്ചു. അഡ്ഹോക് കമ്മിറ്റി നാഷണൽ ഫ്ലാഗുമായിട്ട് ബന്ധപ്പെട്ട് അഡ്ഹോക് കമ്മിറ്റി. അഡ്ഹോക് എന്ന് പറയുമ്പോൾ എന്താണ് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയുള്ള കമ്മിറ്റിയാണ് അല്ലേ. ആ ഒരു കമ്മിറ്റി അതിന്റെ പർപ്പസ് കഴിഞ്ഞാൽ പിരിച്ചുവിടും. ആ രീതിയിൽ വരുന്ന കമ്മിറ്റീസിനാണ് നമ്മൾ അഡ്ഹോക് ലെക്ചേഴ്സ് എന്നൊക്കെ കേൾക്കാറില്ലേ. അത്തരത്തിൽ അഡ്ഹോക് കമ്മിറ്റി നാഷണൽ ഫ്ലാഗ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ കമ്മിറ്റി ഓൺ ദ ഫംഗ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കമ്മിറ്റിയുടെ ആരായിരുന്നു അല്ലെങ്കിൽ ചെയർമാൻ ആരായിരുന്നു? GV മാവ്ലങ്കർ ആണല്ലേ. GV മാവ്ലങ്കറിന്റെ പേര് നമ്മുടെ പാർലമെന്റ് ഒക്കെ പറയുമ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ടൊക്കെ പറയും. സോ അതുപോലെ അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ സുപ്രീം കോടതിയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട അഡ്ഹോക് കമ്മിറ്റി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡ്ഹോക് താൽക്കാലിക കമ്മിറ്റി നിയോഗിച്ചു. അതാരാണ്? വരദാചാര്യാണ്. വരദാചാര്യാണ്. ഈ ഒരു വരദാചാര്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മെമ്പർ ആയിരുന്നില്ല. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വരാം. താഴെ പറഞ്ഞ ഏത് വ്യക്തിയാണ് മൈനർ കമ്മിറ്റിയുടെ ഭാഗവും അതുപോലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗവും അല്ലാത്തത്? ഓക്കെ, മൈനർ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു ബട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പർ ആയിരുന്നില്ല. സോ അത്തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേര് വരദാചാര്യാണ്. ഇനിയും അങ്ങോട്ട് പേരുകൾ വരുന്നുണ്ട്. സോ അത്തരം ആളുകളുടെ പേര് നമ്മൾ എന്താണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് പഠിച്ചു വെക്കണം. സോ അവരുമായിട്ട് ബന്ധപ്പെട്ട എക്സെപ്ഷൻ ടൈപ്പിൽ ചോദ്യങ്ങൾ, ഓഡ് 1 ടൈപ്പിൽ ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ ബി പട്ടാഭി സീതാരാമയുടെ മറ്റൊരു ചുമതല കൂടിയുണ്ട്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് അല്ലെ. ചീഫ് കമ്മീഷണർ പ്രൊവിൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ആരാണ്? ബി പട്ടാഭി സീതാരാമയ്യാണ്. അതുപോലെ എക്സ്പോർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാരാണ്. നളിനി രഞ്ജൻ സർക്കാരും എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിരുന്നില്ല. അതുപോലെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ SK ധാർ ആയിരുന്നു. അദ്ദേഹം എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പർ ആയിരുന്നില്ല. അതുപോലെ സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനുള്ള പ്രത്യേക കമ്മിറ്റി നിയോഗിച്ചു. അതിന്റെ തലവൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാദ് നാഥ് സെൻ ആണ് അതിന് തലവനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ അഡ്ഹോക് കമ്മിറ്റി താൽക്കാലിക കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് ആരാണ്? വരദാചാര്യാണ്. അദ്ദേഹം ഓൾറെഡി നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പർ ആയിരുന്നില്ലെന്ന്. സോ ഇത്തരത്തിലുള്ള മൈനർ കമ്മിറ്റീസിന്റെ കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഞാൻ വീണ്ടും വായിച്ച സമയം കളയുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഏതൊക്കെയാണ് മേജർ കമ്മിറ്റി, ഏതൊക്കെയാണ് മൈനർ കമ്മിറ്റി. അതിൽ പ്രീവിയസിൽ വന്ന കാര്യം എന്തായാലും നമ്മൾ ചർച്ച ചെയ്യില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും ചർച്ച ചെയ്യും, ഉറപ്പായിട്ട് ചർച്ച ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഗ്രൂപ്പിലൊക്കെ അതായത് യൂട്യൂബ് ചാനലിലൊക്കെ അവൈലബിൾ ആണ്. ഓൾറെഡി ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യം എന്ന് പറഞ്ഞ 400-ഓളം ചോദ്യങ്ങൾ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഞാൻ ഡിസ്കസ് ചെയ്യാതെ ദാസ് സാറൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അക്കാഡമിക്സിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 500,000 പ്രീവിയസ് ചോദ്യം പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കൂടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനിയും നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യും. അടുത്തിടെ വന്ന എക്സാംസിൻ്റെ കാര്യങ്ങൾ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ കമ്മിറ്റീസ് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണല്ലേ. വളരെ 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 പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീസ്. കരട് രൂപീകരണ കമ്മിറ്റി അല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്തരത്തിലായിരിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ രൂപരേഖ അല്ലെങ്കിൽ കരട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താണ് കുറച്ചു പേരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ
കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് നമുക്കിവിടെ, മെമ്പേഴ്സിനാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നോക്കാം എന്തൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന്. among all committees of the Constituent Assembly, നമ്മൾ ഇത്രയും കമ്മിറ്റീസ് പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട മേജർ കമ്മിറ്റീസ് എന്ന് പറഞ്ഞ് 8 കമ്മിറ്റീസ് പറഞ്ഞു, 5 സബ് കമ്മിറ്റീസ് പറഞ്ഞു, മൈനർ കമ്മിറ്റീസ് എന്ന് പറഞ്ഞ് 13ഓളം കമ്മിറ്റീസ് നമ്മൾ പറഞ്ഞു. സോ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കമ്മിറ്റീസ് അല്ലെ, ആ ഒരു സബ് കമ്മിറ്റിയും എല്ലാം കൂടെ കൂടുമ്പോൾ 22ഓളം കമ്മിറ്റീസ് മൊത്തത്തിൽ നമുക്ക് വരുന്നുണ്ട്, മേജർ മൈനർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ ആ ഒരു കമ്മിറ്റീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കമ്മിറ്റി, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്നൊരു കമ്മിറ്റി എന്ന് പറഞ്ഞ ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണല്ലേ. Among all the committees of the Constituent Assembly, the most important committee was Drafting Committee set up on August 29, 1947. 1947 ഓഗസ്റ്റ് 29 തീയതിയാണ് ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. ഡേറ്റ് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 1947 ഓഗസ്റ്റ് 29 തീയതിയാണ് ഈ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇറ്റ് വാസ് ദിസ് കമ്മിറ്റി ദാറ്റ് വാസ് entrusted with the task of preparing a draft of new constitution. കോൺസ്റ്റിറ്റ്യൂഷന്റെ കരടല്ലേ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് ചേർക്കണമെന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ഒരു രൂപം തന്നെ, ഒരു കരട് രൂപം തയ്യാറാക്കുന്ന കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇതിലെ മെമ്പേഴ്സ് എന്ന്, ഓരോ മെമ്പേഴ്സിന്റെ പേര് എണ്ണി തന്നെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു 7 പേരുകളും പരീക്ഷയ്ക്ക് മാറി മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ഒരു കോഡ് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഡാണെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ പുതിയ കോഡുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ കോഡ് വെച്ച് പഠിച്ചോളൂ. ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കർ, ചെയർമാൻ, പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹമാണ് ഒരു മെമ്പർ. അതുപോലെ N ഗോപാലസ്വാമി അയ്യങ്കാർ മറ്റൊരു മെമ്പറാണ്. അല്ലടി കൃഷ്ണസ്വാമി അയ്യർ മൂന്നാമത്തെ മെമ്പർ. ഡോക്ടർ KM മുൻഷി, ഈ ഒരു പേരൊക്കെ നമ്മൾ നേരത്തെ മറ്റു കമ്മിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ചെയർപേഴ്സണിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ അതുകൂടാതെ ഇവർ ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗവുമായിരുന്നു. അതുപോലെ സയ്യിദ് മുഹമ്മദ് സാദുള്ള, അദ്ദേഹം 5ാമത്തെ മെമ്പറാണ്. അതുപോലെ N മാധവറാവുവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യം N മാധവറാവു ആയിരുന്നില്ല ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗമായിട്ടുണ്ടായിരുന്നത്, BL മിറ്റർ ആയിരുന്നു. അദ്ദേഹം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം രാജിവെച്ച സാഹചര്യത്തിലാണ് റീപ്ലേസ് ചെയ്ത്, അദ്ദേഹത്തെ BL മിറ്ററിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് N മാധവറാവു വരുന്നത്. അതുപോലെ തന്നെ TT കൃഷ്ണപചാരി എന്താണ് ഇതുപോലെ തന്നെ 1948 ആയപ്പോൾ DP കൈത്തൻ, അതുവരെ ഉണ്ടായിരുന്ന മെമ്പർ DP കൈത്തൻ അന്തരിച്ച ആ ഒരു വേക്കൻസിയിൽ TT കൃഷ്ണപചാരി മെമ്പറായിട്ട് വരികയും ചെയ്തു അല്ലേ. സോ ഇത്രയുമാണ് ഈ ഒരു 7 മെമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഇത് പഠിക്കാൻ വേണ്ടിയുള്ള കോഡ് ഞാനൊന്ന് പറഞ്ഞുതരാം. കോഡ് നമ്മൾ പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട 2 പേരുണ്ട്. ആരൊക്കെയാണ്? മാധവറാവും അതുപോലെ തന്നെ കൃഷ്ണമചാരിയും അല്ലേ. സോ ഈ 2 പേരും സെപ്പറേറ്റ് ആയിട്ട് പറയാനുള്ള കാരണം എന്താണ്? ഓൾറെഡി ഉണ്ടായിരുന്ന ആളുകളെ BL മിറ്ററിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് N മാധവറാവും വന്നു, DP കൈത്തനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് TT കൃഷ്ണമചാരിയും വന്നു. സോ അവരുടെ പേരുകൾ നമുക്ക് ആദ്യം എന്താണ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അവരുടെ പേരുകൾ നമുക്ക് ആദ്യം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. നമ്മുടെ കഥാപാത്രങ്ങൾ ഇവരാണ്. കൃഷ്ണൻ ആചാരി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? കൃഷ്ണമചാരി വരണം അല്ലേ. അതുപോലെ മാധവൻ എന്ന് പറയുമ്പോൾ മാധവറാവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെന്താന്ന് വെച്ചാൽ വെച്ചോ. സോ കൃഷ്ണൻ ആചാരിയും മാധവൻ എന്താണ്? ഇവർ രണ്ടുപേരും തിക്ക് ഫ്രണ്ട്സ് ആണ്. ഇവർക്ക് സ്വന്തമായിട്ട് എന്താണ്? ഒരു അംബാസഡർ കാർ ഉണ്ട്. ഓക്കെ, ഇവർക്ക് സ്വന്തമായിട്ടൊരു അംബാസഡർ കാർ ഉണ്ട്. കാറിന്റെ സ്പെല്ലിംഗ് CAR ആണെന്ന് എനിക്കറിയാം. സോ അംബാസഡർ കാർ ഉണ്ട്. ആ കാറിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയാണെന്ന് വിചാരിക്കേണ്ട. അംബാസഡർ കാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പേരെന്താണ്? അംബേദ്കർ, അല്ലെങ്കിൽ അംബേദ്കറിന്റെ പേര് നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? കൃഷ്ണാചാര്യക്കും മാധവനും ഒരു അംബാസഡർ കാറുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അംബാസഡർ കാറിൽ ഇവരെന്താണ്? മുൻ സീറ്റിൽ ഇരുന്നിട്ട് മാത്രമേ, അതായത് ഫ്രണ്ട് സീറ്റ് മുൻ സീറ്റിൽ ഇരുന്നിട്ട് മാത്രമേ ഇവർ യാത്ര ചെയ്യത്തുള്ളൂ. അതിൽ നിന്ന് എന്ത് പേര് നമുക്ക് എന്താ? KM മുൻഷി എന്ന് പറയുന്ന പേര് നമുക്ക് എത്താം അല്ലെ. മുൻ സീറ്റിൽ ഇരുന്നിട്ട് മാത്രമേ ഇവർ യാത്ര ചെയ്യത്തുള്ളൂ. സോ ഒരു ദിവസം ഒരു ട്വിൻ ബ്രദേഴ്സ് വരികയാണ്. ഈ ഒരു ട്വിൻ ബ്രദേഴ്സിനെ നമ്മളൊരു പേരിൽ വിളിക്കും, AKG അയ്യർ എന്ന് വിളിക്കും. എന്താണ്? AKG അയ്യർ എന്ന രീതിയിലാണ് ഈ ഒരു ട്വിൻ ബ്രദേഴ്സിനെ നമ്മൾ വിളിക്കുന്നത്. എന്താണ്? AKG അയ്യ ബ്രദേഴ്സ്, അല്ലെങ്കിൽ അയ്യർ എന്ന് വേണ്ട, AKG അയ്യ ബ്രദേഴ്സ് എന്ന് വിളിക്കും അല്ലെ. AKG അയ്യ എന്ന് പറയുമ്പോൾ എന്താണ്? AKG അയ്യ എന്ന് പറയുന്ന സമയത്ത് അവിടെ AK അയ്യർ അല്ലെങ്കിൽ ആലടി കൃഷ്ണസ്വാമി അയ്യർ അല്ലെ, AK അയ്യർ എന്ന് കൊടുക്കാം. ആലടി കൃഷ്ണസ്വാമി അയ്യർ വരുന്നുണ്ട്. അതുപോലെ G എന്താണ്? NG ഗോപാലസ്വാമി അയ്യങ്കാർ ആണല്ലേ. അയ്യറേയും അയ്യ ബ്രദേഴ്സ് എന്ന രീതിയിൽ ഞാൻ എടുത്തു. ആ രീതിയിലാണ് കാര്യം എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ എന്താണ്? ഫ്രണ്ട് സീറ്റിൽ ആര് വന്ന് കയറി? AKG അയ്യ ബ്രദേഴ്സ് ഫ്രണ്ട് സീറ്റിൽ വന്ന സമയത്ത് എന്താണ്? ഓൾറെഡി ഇവർ സ്ഥിരം മുന്നിൽ ഇരുന്നിട്ട് മാത്രം യാത്ര ചെയ്യല്ലോ. സോ അവരെന്താണ്? അവർക്ക് അതിലൂടെ ഒന്ന് സങ്കടമായി, ഒന്ന് സാഡായി അല്ലേ. സാഡ് എന്ന് പറയുമ്പോൾ എന്താണ്?
സാദുള്ളയുടെ പേരങ്ങ് ഓർത്തു വെച്ചാൽ മതി. ഈ ഒരു കോഡ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രം ഓർത്തു വെച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. ഇനി നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഇതിലും സിമ്പിളായുള്ള, ഇത് ഏറ്റവും സിമ്പിളായുള്ള കോഡെന്ന് പറയുന്നില്ല, ചിലപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായുള്ള കോഡാവും ഇത്. ബട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ കോഡ് വരുന്നത്, ഇനി ഒരു കോഡുമില്ല, ഇതുവരെ ഒരു കോഡും അറിയാത്ത ആളുകളാണ്, ഏതെങ്കിലും കോഡ് എന്ത് കോഡ് കിട്ടിയാലും ഞാൻ പഠിക്കുന്ന രീതിയിലാണെങ്കിൽ ഈ കോഡ് പഠിച്ചു വെച്ചോളൂ. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ മാത്രമേ ഉള്ളൂ. 2 സുഹൃത്തുക്കളാണല്ലേ, കൃഷ്ണൻ ആചാര്യം മാധവനും. എന്തുകൊണ്ടാണ് ഇവരെ തന്നെ സുഹൃത്തുക്കളാക്കിയിട്ട് എടുത്തത്? ഇവർ 2 പേരും ഓൾറെഡി ഉണ്ടായിരുന്ന ആളുകളെ റീപ്ലേസ് ചെയ്ത് വന്ന ആളുകളായതുകൊണ്ടാണ്. സോ കൃഷ്ണൻ ആചാര്യ എന്ന് പറയുമ്പോൾ കൃഷ്ണമാചാര്യയും മാധവൻ എന്ന് പറയുമ്പോൾ മാധവറാവുമാണ്. ഇവർക്ക് 2 പേർക്കും എന്താണ്, ഒരു അംബാസഡർ കാർ ഉണ്ട്. അംബാസഡർ കാർ എന്ന് പറയുമ്പോൾ അംബേദ്കർ ആണ്. സോ അംബേദ്കർ, ഈ ഒരു അംബാസഡർ കാറിൽ എന്താണ്, ഇവർക്കൊരു ശീലമുണ്ട്, മുൻ സീറ്റിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. മുൻ സീറ്റിൽ ഇരുന്നിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇരുന്നാൽ ഇവർക്ക് വളരെ വലിയ രീതിയിൽ സങ്കടമാവും, ഓക്കെ, സാഡാവും ഇവർ. സോ മുൻ സീറ്റ് എന്ന് പറയുമ്പോൾ മുൻഷിയാണ്. സോ ഒരു ദിവസം എന്താണ്, ട്വിൻ ബ്രദേഴ്സ് ആയുള്ള AKG അയ്യ ബ്രദേഴ്സ് അല്ല, AKG അയ്യ എന്ന് പറയുമ്പം AK അയ്യർ അല്ലെങ്കിൽ ആലടി കൃഷ്ണസ്വാമി അയ്യരും അതുപോലെ ഗോപാലസ്വാമി അയ്യങ്കാരും, ഈ ബ്രദേഴ്സ് എന്താണ് മുൻ സീറ്റിലേക്ക് ഇരുന്ന്, അങ്ങനെ മുൻ സീറ്റിലേക്ക് ഇരുന്നപ്പോൾ നമ്മുടെ ഹീറോസ് ആയുള്ള കൃഷ്ണനാചാര്യക്കും മാധവനും സങ്കടമായല്ല, സാഡായി അവരും. അത് സാധുള്ള എന്ന രീതിയിലും പഠിച്ചു വെച്ചാൽ മതി. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഈ ഒരു കോഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം എടുത്താൽ മതി. ഇനി ഇതിലും സിമ്പിളായുള്ള കോഡ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, എല്ലാവർക്കും ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ ആ രീതിയിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. The drafting committee, after taking into consideration the proposals of the various committees, prepared the first draft of the Constitution of India, which was published in February 1914. അങ്ങനെ എന്താണ്, വിവിധ കമ്മിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ്, ഒരുപാട് കമ്മിറ്റീസ് വന്നല്ലോ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആ ഒരു കമ്മിറ്റീസിന്റെ കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ട് എന്താണ്, അതിൽ നിന്ന് പ്രധാനപ്പെട്ട വേണ്ട കാര്യങ്ങൾ മാത്രം അബ്സ്ട്രാക്ട് ചെയ്തിട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് എന്താണ്, ഫസ്റ്റ് ഡ്രാഫ്റ്റ് അല്ലേ, ആദ്യത്തെ കരട് 1948 ഫെബ്രുവരി മാസമായ സമയത്ത് അവർ പബ്ലിഷ് ചെയ്തു. ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വെർ ഗിവൺ 8 months ടു ഡിസ്കസ് ദ ഡ്രാഫ്റ്റ് ആൻഡ് പ്രപ്പോസ് അമെൻമെന്റ്സ്. ഈ ഒരു ഡ്രാഫ്റ്റ് പരിശോധിച്ചിട്ട് ഭേദഗതികൾ ആവശ്യമെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് നൽകിയ, ജനങ്ങളോട് വായിച്ചു നോക്കുക. ഞങ്ങൾ ഈ ഒരുപാട് കമ്മിറ്റീസ് ചേർന്നിട്ട് തീരുമാനിച്ച് നിർമ്മിച്ച കാര്യമാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. 8 മാസത്തിനുള്ളിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. 8 മാസം നിങ്ങൾക്ക് സമയമുണ്ടെന്ന് പറയുകയും ചെയ്തു അല്ലേ. ഈ ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഭരണഘടന രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇൻ ദ ലൈറ്റ് ഓഫ് പബ്ലിക് കമന്റ്സ്, ക്രിറ്റിസിസം ആൻഡ് സജഷൻ, ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പ്രിപ്പയർ സെക്കൻഡ് ഡ്രാഫ്റ്റ്. അങ്ങനെ അവരെന്താണ് 8 മാസം കൊണ്ട് ആ പറയുന്ന കാര്യങ്ങളൊക്കെ സജഷനൊക്കെ വന്നു. 1948 ഒക്ടോബർ ആയ സമയത്ത് നിന്നാണ് രണ്ടാമത്തെ കരട് അല്ലേ, സെക്കൻഡ് കരട് അവർ തയ്യാറാക്കുകയും ചെയ്തു. ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ടുക്ക് ലെസ് ദാൻ 6 months ടു പ്രിപ്പയർ ഇറ്റ്സ് ഡ്രാഫ്റ്റ്. 6 മാസം താഴെ മാത്രമേ 8 മാസം സമയം കൊടുത്തിട്ടും ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി അവർ എടുത്തുള്ളൂ. ഇൻ ഓൾ ഇറ്റ്സ് അറ്റ് ഓൺലി 141 days. എന്താണ്, വെറും 141 ദിനങ്ങൾ മാത്രമേ ഈ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എടുത്തുള്ളൂ. അതൊന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എനാക്ട്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഭരണഘടന. രൂപീകരണം പറയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. അവിടെ നിർത്തിയ സ്ഥലത്ത് നിന്ന് നമ്മൾ ആരംഭിക്കും. സോ എന്താണ്, മൊത്തത്തിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം, ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടി എടുത്ത സമയം ഒന്നുകൂടെ പറഞ്ഞ് 2 years + 11 months + 18 days അല്ലെ, 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സമയം. അതിന് ചിലവായ എമൗണ്ട് ഓർമ്മയുണ്ടോ? 64 ലക്ഷം രൂപയാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം, ചോദിക്കാറുണ്ട്. 64 ലക്ഷം രൂപ ചിലവായി. സോ അങ്ങനെ പൊതുജന അഭിപ്രായം അറിയാനായിട്ട് ഭരണഘടനയുടെ കരടല്ല അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് എന്താണ് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. ജനങ്ങൾക്ക് ഓരോരുത്തർക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുത്തതല്ല, അങ്ങനെ ചിന്തിക്കരുത്, ഓരോരുത്തർക്ക് കൊടുത്തതല്ല. 1948 ഇവിടെ ഞാൻ പറഞ്ഞ ഫെബ്രുവരി മാസം ഉണ്ടല്ലോ, അവിടെ പേപ്പറിൽ പബ്ലിഷ് ചെയ്തതാണ്. അല്ലാതെ ഓരോരുത്തരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഓരോരുത്തർക്ക് വായിക്കാൻ വേണ്ടി എന്താണ് പത്രത്തിൽ കൊടുത്തുള്ളൂ. ഈ ഒരു കരട് പത്രത്തിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഭരണഘടന നമ്മൾ രൂപീകരിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭേദഗതികൾ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞു പത്രത്തിൽ പബ്ലിഷ് ചെയ്തു അല്ലെ, പത്രത്തിൽ നോട്ടീസ് കൊടുത്തു. 1948 ഫെബ്രുവരിയിൽ നോട്ടീസ് കൊടുത്തു. അങ്ങനെ അതിൽ പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ, രണ്ടാമത്തെ ഡ്രാഫ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തു. ഫൈനൽ ഡ്രാഫ്റ്റ്, അങ്ങനെ ഭരണഘടനയുടെ പൂർണ്ണ രൂപം, ഫൈനൽ ഡ്രാഫ്റ്റ് എന്താണ്, ആദ്യമായിട്ട് അംബേദ്കർ ഭരണഘടന നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് 1948 നവംബർ 4 ഓക്കെ, റെഡിയായുള്ള, അതായത് ഭരണഘടനയ്ക്ക് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് പരിശോധിക്കാൻ പറ്റുന്ന രീതിയിൽ 1948 നവംബർ 4 ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും കമ്മിറ്റീസിനൊക്കെ ആ ഒരു സജഷനും കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഫൈനൽ ഡ്രാഫ്റ്റ്, പൂർണ്ണ രൂപം ഫൈനൽ ഡ്രാഫ്റ്റ് എന്താണ് 1948 നവംബർ 4 അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 1948 നവംബർ മാസം 9 തൊട്ടിട്ട് ഈ ഒരു ഭരണഘടന നിർമ്മാണ സമിതി ഇതിനു മേൽ എന്താണ് കരടിന് മേൽ, ഡ്രാഫ്റ്റിന് മേലെ ചർച്ച തുടങ്ങി അല്ലേ. 1948 നവംബർ 9, 5 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നവംബർ 4 സബ്മിറ്റ് ചെയ്തു.
നവംബർ 9 5 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് അവരത് ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലേ. അങ്ങനെ 1948 നവംബർ 9 മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയും ഈ ഒരു സമിതിയിൽ എന്താണ് ഭരണഘടന രണ്ടാമത് വീണ്ടും വായിക്കാൻ തുടങ്ങി അല്ലേ. 1948 നവംബർ 9 ഇത് വായിച്ചു തുടങ്ങിയിട്ട് വീണ്ടും എന്താണ് 1948 നവംബർ 15 രണ്ടാമത് സെക്കൻഡ് റീഡിംഗ് തുടങ്ങി. ആ ഒരു സെക്കൻഡ് റീഡിംഗ് 1949 ഒക്ടോബർ 17 വരെ നീണ്ടുന്നു. 1949 ഒക്ടോബർ 17 വരെ ഈ ഒരു സെക്കൻഡ് റീഡിംഗ് നീണ്ടു നിൽക്കുകയും ചെയ്തു. അങ്ങനെ എന്താണോ സെക്കൻഡ് റീഡിംഗ് എന്ന് പറയാൻ വെറുതെ വായന മാത്രമല്ല ഭേദഗതികളും വരുന്നുണ്ട്. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 7653 ഭേദഗതികൾ അമെൻമെന്റ്സ് നിർദ്ദേശിക്കപ്പെടുകയും അതിൽ 2473 നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1949 നവംബർ 14 അന്നത്തെ ശിശുദിനം അല്ലേ. നവംബർ 14 സമയത്ത് രണ്ടാമത്തെ വായന. ഒന്നാമത്തെ വായന വരുന്നത് 1948 നവംബർ 9 രണ്ടാമത്തെ വായന 1948 നവംബർ 15 തൊട്ടിട്ട് 1949 ഒക്ടോബർ 17 വരെയാണ്. മൂന്നാമത്തെ വായന എന്താണ് 1949 നവംബർ 14. തീർച്ചയായിട്ടും ഇത്രയും വായനകളും ചെയ്തിരിക്കണം അല്ലേ. കാരണം ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ ബാധിക്കാൻ പോകുന്ന നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ 1919 നവംബർ 14 മൂന്നാമതും ഭരണഘടന വായിക്കുകയും അതിനുശേഷം ഭരണഘടന അംഗീകരിക്കാനുള്ള പ്രമേയം എന്താണ് ഡോക്ടർ BR അംബേദ്കർ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം 1949 നവംബർ 16 അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ റെഡിയാണ്, എല്ലാം സെറ്റാണ്, ഇനി ഇത് അംഗീകരിക്കണം എന്ന രീതിയിൽ ആവശ്യപ്പെടുകയും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്താണ് ഒരാഴ്ച നവംബർ 14 കഴിഞ്ഞിട്ട് നവംബർ 26 10 ദിവസം 2 ആഴ്ചയുടെ അടുത്ത് വരുന്നുണ്ട് അല്ലേ. ഓക്കെ 1949 നവംബർ 26 ദിവസമായപ്പോൾ എന്താണ് ഭരണഘടന നിയമ നിർമ്മാണ സമിതി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഇത് അംഗീകരിക്കുകയും ചെയ്തു അല്ലേ. സോ അതുകൊണ്ടാണ് പിന്നീട് നവംബർ 26 നമ്മുടെ ഇന്ത്യയിലെ നിയമദിനമായിട്ട് ലോ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ആ രീതി കൂടെ ഓർത്തു വെക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അംഗങ്ങൾ ഒപ്പുവെച്ച ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 1950 ജനുവരി 24 അല്ലേ അവസാനമായിട്ട് അവർ ഒത്തുചേർന്ന ഡേറ്റ് ആയിരുന്നു. 284 മെമ്പേഴ്സ് ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അങ്ങനെ 1950 ജനുവരി 24 284 മെമ്പേഴ്സ് ഒപ്പുവെച്ചിട്ട് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഒഫീഷ്യലായിട്ട് നിലവിൽ വന്നു അല്ലേ. ജനുവരി 26 എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. 1929 ലാഹോർ സെഷൻ ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലേ. 1929 ലാഹോർ സെഷനും ആ ഒരു പൂർണ്ണ സ്വരാജ് 1930 പൂർണ്ണ സ്വരാജ് ഒക്കെ പ്രഖ്യാപിക്കുന്ന ജനുവരി 26 അതുകൊണ്ടാണ് പിന്നീട് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അങ്ങനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് ആദ്യത്തെ പ്രസിഡന്റായിട്ട് ആര് വന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദും വന്നു അല്ലേ. ഓക്കെ ആ രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, ആരംഭിച്ചിട്ടേ ഉള്ളൂ, കഥ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഒരുപാട് പറയാനുണ്ട്. So Dr. B.R. Ambedkar introduced the final drafting of the Constituent Assembly on November 4, 1948. First reading അല്ലേ 1948 നവംബർ 4 ഇതിന്റെ ഫസ്റ്റ് റീഡിംഗ് വരുന്നത്, അല്ലെങ്കിൽ ഫൈനൽ ഡ്രാഫ്റ്റ് അവതരിപ്പിക്കുന്നത് നവംബർ 4 അതിനുശേഷം ഫസ്റ്റ് റീഡിംഗ് വരുന്നത് എന്താണ്? ഫസ്റ്റ് റീഡിംഗ് വരുന്നത് നവംബർ 9 വരെയാണ് ഇതിന്റെ ഫസ്റ്റ് റീഡിംഗ്. 4 തൊട്ടിട്ട് 9 വരെയാണ് അതിന്റെ ഫസ്റ്റ് റീഡിംഗ് കാര്യങ്ങൾ വരുന്നത്. ഡോക്ടർ B.R. അംബേദ്കർ ഇൻട്രൊഡ്യൂസ് ദ ഫൈനൽ ഡ്രാഫ്റ്റ്, അവസാനത്തെ ആ ഒരു കാര്യങ്ങൾ കരട് അവസാന അന്തിമ രൂപം കൊണ്ടുവന്നു ഓൺ ദ നവംബർ 4, 1948. അതിനുശേഷം ഫസ്റ്റ് റീഡിംഗ് നടക്കുകയാണ്. ദ അസംബ്ലി ഹാഡ് ജനറൽ ഡിസ്കഷൻ ഫോർ ദ 5 days. ഫസ്റ്റ് റീഡിംഗ് നവംബർ 9 വരെ നീണ്ടിരുന്നു. നവംബർ 9 1948. അതിനുശേഷം എന്താണ് സെക്കൻഡ് റീഡിംഗ് ആണല്ലേ, ക്ലോസ് ബൈ ക്ലോസ് കൺസിഡറേഷൻ. ഓരോന്നെന്താണ് ഓരോ വരിയായിട്ട്, ഓരോ ക്ലോസ് ആയിട്ട്, ഓരോ സെപ്പറേറ്റ് ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് എന്താണ് നമ്മൾ ബിറ്റ്വീൻ ലൈൻസ് എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ ഓരോരോ പോയിന്റ്സ് ആയിട്ട് വായിച്ചിട്ട് എന്താണ് നവംബർ 15 1948 തൊട്ടിട്ട് 1949 ഒക്ടോബർ 17 വരെ അല്ലേ, ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് നീണ്ടു നിൽക്കുന്ന ആ ഒരു വായനയായിരുന്നു അത്. സോ ആ ഒരു വായനയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് 7653 ഭേദഗതികൾ, ഇത്രത്തോളം മാറ്റങ്ങളുണ്ട്, ഇത്രത്തോളം മിസ്റ്റേക്സ് ഉണ്ട്. മിസ്റ്റേക്സ് അല്ല, നമുക്ക് ഇതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണം. ഈ പറയുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞാൽ 7653 ഭേദഗതികൾ ശുപാർശ ചെയ്തു. അതിൽ 2473 കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചുള്ളൂ. അതായത് 50% പോലും ചർച്ച ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുകയും 2473 കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു അസംബ്ലിയിൽ. അതിനുശേഷം എന്താണ് തേർഡ് റീഡിംഗ് അല്ലെ, മൂന്നാമത്തെ റീഡിംഗ് വരികയാണ് നവംബർ 14. അന്നത്തെ ഒരു ശിശുദിനത്തിൽ 1949 നവംബർ 14 മൂന്നാമത്തെ റീഡിംഗ് വരികയും മൂന്നാമത്തെ റീഡിങ്ങോടുകൂടി എല്ലാം സെറ്റാണെന്ന രീതിയിൽ അംബേദ്കർ പറയുകയും ഡോക്ടർ B.R. അംബേദ്കർ മൂവ്ഡ് എ മോഷൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് സെറ്റിൽഡ് ബൈ അസംബ്ലി ബി പാസ്ഡ്. അതായത് എല്ലാം റെഡി ആയിട്ട് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റും കാര്യങ്ങളും അംഗീകരിക്കണമെന്ന് പറയുകയും കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യണമെന്ന് B.R. അംബേദ്കർ ആവശ്യപ്പെടുകയും ചെയ്തു. ദ മോഷൻ ഓൺ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിക്ലെയർഡ് ആൻഡ് പാസ്ഡ് നവംബർ 26, 1949. അങ്ങനെ എന്താണ് നവംബർ 14 ഫൈനൽ റീഡിംഗ് കഴിഞ്ഞതിന് ശേഷം 1949 നവംബർ 26 എന്താണ്
മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒപ്പം ലഭിച്ചു. എല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്തു, അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ November 26, 1949 ആണ്. ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ചോദിച്ചാൽ 1950 January 26 ആണ്. ഔട്ട് ഓഫ് ടോട്ടൽ 299 മെമ്പേഴ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, കുറച്ച് പാകിസ്ഥാൻ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കുറച്ച് മെമ്പേഴ്സ് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 299 ഫൈനൽ മെമ്പേഴ്സ് ആണെന്ന രീതിയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. Assembly only 284 were actually present on that day and signed the constitution. 299 മെമ്പർ ഉണ്ടെങ്കിലും അന്ന് 15ഓളം ആളുകൾ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് 15ഓളം മെമ്പേഴ്സ് എന്താണ് അന്ന് ആ രീതിയിൽ പ്രസൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 254 മെമ്പേഴ്സ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു 389 മെമ്പേഴ്സ് ഉണ്ടല്ലേ, അതിൽ നിന്ന് ഒരുപാട് ആളുകൾ ഒഴിഞ്ഞു പോയിട്ട് 299 ആ ഒരു 299 തന്നെ 254 ആളുകൾ മാത്രമേ ഈ പറയുന്ന November 26 ഒപ്പുവയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ദിസ് ഈസ് ഓൾസോ ദ ഡേറ്റ് മെൻഷൻ ഇൻ ദ പ്രിയാമ്പിൾ. November 26 പ്രത്യേകത എന്താണ്? നമ്മുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏക ദിനം കൂടിയാണ് അല്ലേ. ഹാസ് എ ഡേറ്റ് ഓൺ വിച്ച് പീപ്പിൾ ഓഫ് ഇന്ത്യ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അഡോപ്റ്റഡ് എനാക്റ്റഡ് ആൻഡ് ഗേവ് ടു ദംസെൽഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത് ഒഫീഷ്യൽ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ചോദിച്ചാൽ അത് November 26 പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്ത ഏക ഡേറ്റ് കൂടിയാണത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് അഡോപ്റ്റഡ് November 26, 1949 കണ്ടെയ്ൻഡ് പ്രിയാമ്പിൾ 395 ആർട്ടിക്കിൾ ആൻഡ് 8 ഷെഡ്യൂൾ. എന്താണ് ഒരു പ്രിയാമ്പിൾ 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളുമായിട്ട് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ 1949 November 26 അഡോപ്റ്റ് ചെയ്യപ്പെട്ടു അല്ലെ. നമുക്ക് എന്താണ്, നമുക്ക് 395ഓളം അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസും പാർട്സ് കൂടിയുണ്ട്. ഇവിടെ ഞാൻ പാർട്സ് ആഡ് ചെയ്യില്ല. 22 പാർട്സും അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അന്ന് അഡോപ്റ്റ് ചെയ്തു അല്ലെ. ഇന്നത്തെ സാഹചര്യം നിങ്ങൾ നോക്കിയേ, 22 പാർട്സ് എന്നുള്ളത് 25 പാർട്സ് ആയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറയും. 8 ഷെഡ്യൂള് 12 ഷെഡ്യൂളായിട്ടുണ്ട്. 395 ആർട്ടിക്കിൾസ്, അത് 470 മേലെ ആർട്ടിക്കിൾസ് ആയിട്ടുണ്ടല്ലേ. അതിൽ മാറ്റങ്ങൾ വരാം, വീണ്ടും ആർട്ടിക്കിൾസ് ഒക്കെ ആഡ് ചെയ്ത് ചേർക്കാം. സോ ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദ പ്രിയാമ്പിൾ വാസ് എനാക്റ്റഡ് ആഫ്റ്റർ ദ എൻറ്റയർ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഓൾറെഡി എനാക്റ്റഡ്. എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നിലയിൽ വന്നതിന് ശേഷമാണ് പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സമീപിക്കുന്നത്, അല്ലെങ്കിൽ അത് ഒഫീഷ്യലി കെയിം ടു ഫോഴ്സ് ആവുന്നത്. ഡോക്ടർ BR അംബേദ്കർ, ദ ദെൻ ലോ മിനിസ്റ്റർ, പാർലറ്റ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ അസംബ്ലി. ഈ ഒരു അസംബ്ലിയിൽ കരട് രൂപീകരണം അല്ലെങ്കിൽ നമ്മുടെ അന്തിമ രൂപം പ്രിപ്പയർ ചെയ്യുന്നതിൽ മുന്നിൽ നിന്ന് നയിച്ചതാരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആണ്. ഹി ടുക്ക് എ വെരി പ്രൊമിനന്റ് പാർട്ട് ഇൻ ദ deliberations of the assembly. He was known for his logical, forceful and persuasive arguments on the floor of the assembly. അസംബ്ലിയിൽ എന്താണ്, കൃത്യമായുള്ള തൻ്റെ നിലപാടുകൾ ശക്തമായിട്ടും അതുപോലെ തന്നെ തൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കഴിവുകൾ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുകയും അതൊക്കെ കൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തെ നമ്മൾ ഹീസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണല്ലേ. ദിസ് ബ്രില്യൻറ്റ് റൈറ്റർ, കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പേർട്ട്, അൺഡിസ്പ്യൂട്ടഡ് ലീഡർ ഓഫ് ദ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് ഓൾസോ നോൺ ആസ് മോഡേൺ മനു. എന്താണ് മോഡേൺ മനു എന്ന രീതിയിലും ഫാദർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന രീതിയിലും ചീഫ് ആർക്കിടെക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ആര് തന്നെയാണ്? ഡോക്ടർ BR അംബേദ്കർ തന്നെയാണല്ലേ. സോ ആ ഒരു രീതിയിൽ BR അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഒരുപാട് പരീക്ഷകൾക്ക് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി കഴിഞ്ഞു എന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ കടന്നു വരാനുണ്ട്. നമ്മളിപ്പോൾ ആകെ എന്തുമാത്രമാണ് പറഞ്ഞത്? എനാക്ട്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട്മെന്റ് മാത്രമാണ്, രൂപീകരണം മാത്രമാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ആ വരാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി റെഡി ആയിരിക്കണം നിങ്ങൾ. ഓൾറെഡി നിങ്ങൾ ഒരുപാട് പേർക്ക് ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. ഞാൻ ഇനി എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്ന ഒരു ഐഡിയയും നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി ആ രീതിയിൽ ഐഡിയ ഇല്ലാത്തവരാണെങ്കിലും പേടിക്കണം. നമ്മൾ പഠിക്കുന്ന രീതിയിൽ തന്നെ എന്താണ് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോയാൽ മതി. കൂടുതലായിട്ട് ഡാറ്റാസ്, പരമാവധി ഡാറ്റാസ് നേടാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ തരുന്നത് മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ തരുന്നത് എന്താണ്, എക്സാമിൻ്റെ പാറ്റേണിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ബട്ട് പുതുതായിട്ട് ചോദ്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്കത് കിട്ടില്ല അല്ലേ. അതൊക്കെ പിന്നീട് പ്രീവിയസ് ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ്. എങ്കിൽ പോലും നമ്മൾ പഠിപ്പിച്ചതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. പൊതുവെ നിങ്ങൾ പരമാവധി ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് UPSC മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, പുസ്തകങ്ങൾ അവൈലബിൾ ആണ്, ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. സോ ഇതെല്ലാം കൂടി എനിക്ക് തരണമെങ്കിൽ മൊത്തം മിനിമം നമ്മളൊരു 200ഓളം ക്ലാസ് ചെയ്യേണ്ടതായിട്ട് വരും, 200ഓളം മണിക്കൂർ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് എന്തായാലും നടക്കത്തില്ല. നിങ്ങൾക്ക് കേട്ട് തീർക്കാനും പറ്റത്തില്ല, എനിക്ക് പറഞ്ഞു തീർക്കാനും പറ്റത്തില്ല. ആ ഒരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എല്ലാത്തിനെയും എന്താണ് പ്രധാനപ്പെട്ട വശങ്ങൾ എടുത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വശങ്ങൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആ രീതി തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. സോ നിങ്ങളോട് പറയാനുള്ളത് പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ പരമാവധി
മെറ്റീരിയൽസ് ഞാൻ ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു 10 പോയിന്റ് നിങ്ങൾക്ക് അധികം കിട്ടിയെങ്കിൽ അത് നിങ്ങൾ വെറുതെ വായിച്ചു വിടുക. ഓക്കെ, നിങ്ങൾ പഠിക്കണം എന്നല്ല, വെറുതെ ഒന്ന് വായിച്ചു വിടുക. എക്സാം ഹാളിൽ വരുന്ന സമയത്ത് അവിടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റാനാണ് ആ രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇതുവരെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. നമുക്ക് എന്തായാലും ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്